ഹിമവൽ സ്വാമി ശരണം, ഹേമാന്ത സുന്ദര ശരണം. സ്വാമി എണീക്ക്. എന്റെ പൊന്നു മക്കളെ, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നല്ല നാച്ചുറൽ ആയോണ്ട് സൂപ്പർ. കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇത് കാണുമ്പോ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും നമ്മൾ എന്താ ടോപ്പിക് എന്ന് ഗസ് ചെയ്യുകയാണ്. നമ്മള് എന്താണ് നടക്കുന്നത് അല്ലേ? നമ്മളൊന്ന് മാറി നിന്നപ്പോലെ സ്വാമിയായിട്ട് തന്നെ ഇരിക്കുന്നു. നീ സ്വാമിന്ന് മാറി വേണം. നമ്മളൊന്ന് പോഡ്കാസ്റ്റിലേക്ക് ഒന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്തപ്പോ തന്നെ ഈ കൊച്ചു കേരളത്തിലല്ലേ കുറെ ഒരു പെരുമഴയായിരുന്നു. അതെ അതെ, അത് രണ്ട് കോമഡി ഇവന്റ്സ്, ഹൈ ക്ലാസ് കോമഡി. നല്ല രസമായിരുന്നു. ഒരു ടി വി ഇട്ട് കഴിഞ്ഞാൽ ഒരു കോമഡി ഷോ കാണുന്ന രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സാധനം, നല്ല കാഴ്ചയായിരുന്നു. അതെ, നമ്മള് ഇപ്പൊ പറഞ്ഞു വരുന്നത് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അല്ലേ? അത് നെയ്യാറ്റിൻകര ഗോപൻ തന്നെ കറക്റ്റ് പേരും അത് എനിക്ക് മനസ്സിലായി. നമ്മള് ആറാട്ടിന്റെ അതിലെ ഇങ്ങനെ ഇരിക്കുക, നെയ്യാറ്റിൻകര ഗോപൻ, നെയ്യാറ്റിൻകര ഗോപൻ, നെയ്യാറ്റിൻകര അതുപോലത്തെ ആറാട്ടിൽ തന്നെ അങ്ങ് വീണല്ലേ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി. പക്ഷെ സമാധി അതാണ് അതൊരു വല്ലാത്ത കോൺട്രവേഴ്സിയും കൂടെ ആയിപ്പോയി അല്ലേ? ഒരു റിലീജിയസ് ഇഷ്യൂവും വലിയ പ്രശ്നത്തിലോട്ട് പോയി. അപ്പൊ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനെ പറ്റിയുള്ള ഒരു കറണ്ട് സിറ്റുവേഷൻ? ഇപ്പോഴ് ആളെ പൊളിച്ചെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. സ്വാഭാവിക മരണം പറയുന്നത് ഒരു പ്രാഥമിക റിപ്പോർട്ടിൽ സ്വാഭാവിക മരണമാണ് പറയുന്നത്. നമ്മൾ ഇതിനൊരു കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടി ഇരിക്കായിരുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി. അല്ലാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വേണം. അതിന് വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അതെ അതെ, നന്നായി അതുകൊണ്ട് വന്നല്ലോ. അല്ലാതെ നമ്മൾ റീച്ചിന് വേണ്ടി ആദ്യമേ വീഡിയോ ഇടണം ആ ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള സാധനങ്ങളെ നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ പറയാറുള്ളൂ. എനിക്ക് ഗോപൻ സ്വാമികളുടെ ഇത് കേട്ടതിന് ശേഷം ദാസൻ നല്ല കട്ടിയുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതിൽ കുറെ കാര്യങ്ങൾ മനസ്സിലായില്ല. അയ്യോ, അതില് ഞാൻ ഈ സംഭവം ആദ്യം കേൾക്കണ തന്നെ ഈ ഇവിടെ ആരും ഒരാളെ സമാധി ഇരുത്തി എന്നുള്ളൊരു സംഭവമാണ് ന്യൂസാണ് കേട്ടത്. അപ്പൊ എന്നിട്ട് ഈ പുള്ളിയുടെ മോനുണ്ടല്ലോ, മോന്റെ പേരറിഞ്ഞൂടെ, മറ്റേ കണ്ണാടി വെച്ച പുള്ളിയാണ് പൂജാരിയായിട്ട്. അതെ, അപ്പൊ പുള്ളിയുടെ ഒരു ഇന്റർവ്യൂ ആണ് ആദ്യം കണ്ടത്. അപ്പൊ ഇങ്ങനെ മരിച്ചതല്ല, സമാധി ഇരുത്തിയതാണ്. എന്നിട്ട് പുള്ളി എന്തൊക്കെയോ എന്തൊക്കെയോ ടെക്നിക്കൽ ടേംസുകളൊക്കെ മനസ്സിലാവണില്ല. പ്രാണായാമം വഴി ജീവനെ ഓരോ അറയിലാക്കി മുകളിലെത്തി അവസാനം തലയിൽ കൊണ്ടുവന്നു. അങ്ങനെയാണ് പ്രാണം പോയത്. അപ്പം നല്ല ശക്തിമാനിൽ കണ്ടിട്ടുണ്ടോ ബാക്കിൽ ഇങ്ങനെ ചൈതന്യമായിരുന്നു ആ ടൈമിൽ കാണാൻ. ഭയങ്കര ചൈതന്യമായിരുന്നു അങ്ങനെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അമ്മ വന്നു. അമ്മയാണെങ്കിൽ മറ്റേ ഇത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലേ? ഇവരിങ്ങനെ ടി വിയിൽ വന്നപ്പോ ഭയങ്കര ഫണ്ണായിരുന്നു സംഭവം. പിന്നെ ആ ഭാഷയിലെ ഒരു അതിന്റെ ഒരു ഇന്നസെൻസും കൂടെ അതുകൊണ്ട് ശരി തന്നെ നല്ല രസമാണ് അത് കേട്ടോണ്ടിരിക്കാനും. അവിടെ ഉള്ള നാട്ടുകാരുടെ സംസാരമൊക്കെ നല്ല രസമായിരുന്നു. ഒരു യേശുദാസൻ സംഗതി. അതിൽ ഞാനിപ്പോ ഇന്റർവ്യൂ ചെയ്തൊക്കെ കണ്ടപ്പോഴേ ഈ നാട്ടുകാരുടെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേടാ ഭയങ്കര സീരിയസ് മ്യൂസിക് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ, മറ്റേ ദുരൂഹത പോലെ. പക്ഷെ പറയാനായിട്ട് ചിരിയും വരും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ദുരൂഹത മ്യൂസിക്കിൽ കോമഡി പറയും പോലെ ഇരിക്കും. ഇത് പിള്ളേര് ശരിയല്ല. ആ ചേട്ടനെ സംഭവിക്കാം സൂപ്പർ. വിശ്വാസമൊക്കെ കാവിലാണ്, നല്ല വിശ്വാസമുള്ള കോവിലാണ്. പക്ഷെ പിള്ളേര് ശരിയല്ല. അവരെ സൈഡിൽ നിന്ന് പറയണം, അവരെ മനസ്സിലാവുക. ഒരാള് 3 കെട്ടിയിട്ടുണ്ട്. മൊത്തം കുറ്റങ്ങളും പറയാം. നല്ല റീലാണ്. മൊത്തം കുറ്റങ്ങളും പറഞ്ഞിട്ട് അവസാനം പറയും അറിയാത്ത പറയാൻ പാടില്ലല്ലോ, മോശമല്ലേ ഇങ്ങനെ പറയും. അത് നല്ല രസമുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ വർഗീയമായിട്ട് അങ്ങനെ ഒരു പയ്യൻ, ഒരു മോൻ, ആ പുള്ളി പച്ചയ്ക്ക് വർഗീയത അങ്ങ് പറഞ്ഞിട്ട് മറ്റേ മുസ്ലിം തീവ്രവാദികളാണ്. ഒരു സംഭവം ഇല്ല അവിടെ ഭയങ്കര രീതിയിൽ. പക്ഷെ അവർക്ക് വേണ്ടി വെറുതെ ഒരു വർഗീയമായിട്ട് ചുമ്മാ എടുത്ത ഒരു വർഗീയതയാണ് ആദ്യം പറഞ്ഞത്. പക്ഷെ എന്തോ ആദ്യം പരാതി കൊടുത്തു എന്തോ വിശ്വംഭരൻ എന്നാ കണ്ട പേരുള്ള ഒരാള്. ആ റിപ്പോർട്ടേഴ്സ് തന്നെ ചോദിക്കും ഇങ്ങനെ വിശ്വംഭരൻ എന്നുള്ള പേരാണ് ഇതാണ്. എന്നിട്ട് പക്ഷെ പുള്ളി അപ്പോഴും ഇൻസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വർഗീയത എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരും അറിഞ്ഞില്ല. സംഭവം ആരെയും അറിയിച്ചില്ല. ഒരു പോസ്റ്ററിലാണ് എല്ലാവരും അറിയുന്നത്. അത്രയും കാലം ആ നാട്ടിലുണ്ടായിരുന്ന ഒരാള് അപ്പൊ അവർക്ക് പെട്ടെന്ന് ദുരൂഹത സുപ്രഭാതത്തില് തോന്നും. ഇങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു സമാധി ദുരൂഹത എന്ന് അതിൽ തോന്നും. നാച്ചുറലി ഉള്ള ഒരു സാധനമാണ് പെട്ടെന്ന് എണീറ്റപ്പം സമാധിയായി സമാധി. എന്നൊരു അത് പോസ്റ്റർ പെട്ടെന്ന് ആരും അങ്ങനത്തെ ഒരു ടേംസും ആരും യൂസ് ചെയ്യാത്ത പുതിയ ടേംസ് വരുമ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നും. സാധാരണ ഇങ്ങനത്തെ ഈ സമാധി എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യണത് മിക്കപ്പോഴും ഈ വലിയ സന്യാസികൾ വലിയ മഠങ്ങളോ അല്ലെങ്കിൽ ഐ മീൻ കുറെ സന്യാസി ഗ്രൂപ്പ്സ് ഒക്കെ താമസിക്കുന്ന അങ്ങനത്തെ മഠങ്ങളിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ സാധനങ്ങൾ കേൾക്കണേ. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരുപാട് ആൾക്കാർ കാണും, ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇത് പക്ഷേ അങ്ങനത്തെ ഒരു ഇതൊന്നും ഒരു കുടുംബത്തിൽ നിന്ന് ഒരാള് സമാധിയായി എന്നുള്ള സംഭവം അതൊരു മറ്റേന്ന് വെച്ചാൽ വർഷങ്ങളോളം അവര് ഇതിന് വേണ്ടി അങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കുമല്ലോ സ്വാമിമാര് പൊതുവെ അല്ലേ. ഈ സ്വാമിമാര് മരിക്കുന്നതിനല്ലേ സമാധി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാനും കേട്ടിട്ടുള്ളത്. മരിക്കുന്നതിനാണ് സമാധി എന്ന് പറയുന്നത്. സമാധി എന്ന് പറയുന്നത്. അല്ലാതെ ഈ പറഞ്ഞ കണക്കുള്ള സെറ്റപ്പ് സമാധി അല്ല, ഈ പറഞ്ഞ പോലെ ഇരുത്തിയിട്ട് എന്തൊക്കെയൊക്കെ ജലസമാധി അങ്ങനെ എന്തൊക്കെ ഉണ്ടല്ലോ. ഈ ജലത്തില് മുക്കിക്കൊല്ലല്ല മുക്കിക്കൊണ്ടിരുത്തണം അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ഒക്കെ എന്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇത് ഇരുന്നിട്ട് ഇങ്ങനെ ധ്യാനം ചെയ്ത് മരിക്കണമുണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിക്കാൻ ഇത് അവസാനം ഇത് അവരെ ഇത് കഴിയുമ്പോഴ് അവരെ കർമ്മങ്ങൾ കഴിയുമ്പോഴ് അവര് വന്ന് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അവര് പിന്നെ എന്തൊരു യോഗീശ്വരനാവുന്നാണ് അങ്ങനെ കേട്ടിട്ടുണ്ട്. അതെന്തോ അങ്ങനെ ഉണ്ട്. അത് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലേന്ന് ചോദിക്കുമ്പോഴ് പുള്ളിക്കാരൻ പറയും എന്റെ അച്ഛൻ മരിച്ചതല്ല സമാധി. അപ്പോഴും പക്ഷേ അത് റിപ്പോർട്ടർ ആണെന്ന് തോന്നുന്നത്. സമാധി സർട്ടിഫിക്കറ്റ് ഉണ്ടാകും സമാധി സർട്ടിഫിക്കറ്റ് അങ്ങനെ ചെയ്യും. അത് കോമഡി ആയി. അല്ല, അത് കോടതിയും ചോദിച്ചല്ലോ. ഇങ്ങനെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇതിനെ ഇങ്ങനെ ഈ എൻക്വയറിയെ ഇങ്ങനെ തടസ്സപ്പെടുത്താൻ പറ്റും കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആയി കഴിഞ്ഞു. ഈ ഒരു കളക്ടറൊക്കെ അന്ന് വന്നിട്ട് ഇത് ചെയ്തപ്പോഴത്തേ പിന്നെ കളക്ടറിനും ഇതായി. കളക്ടറിന്റെ അക്കൗണ്ട് അതും ഇതായി. അത് മീഡിയ വന്നതിന് ശേഷം ഭയങ്കര രീതിയിൽ ഒന്ന് ഡൈവേർട്ട് ആയി. കളക്ടറും അതിന്റെ കൂടെ അല്ലേ, കളക്ടർ അതിന്റെ കൂടെ പോയി, കളക്ടർ വേറെ വഴി പോയി. പക്ഷെ അത് ഇതൊരു ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ സമാധി എന്ന് പറഞ്ഞാൽ കുറെ നാൾ മുന്നേ പണ്ടത്തെ ഒരു സംഭവമായിട്ടാണ് എല്ലാരും കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഈ സമാധി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം നമ്മൾ കേട്ടിട്ടില്ല. ഇങ്ങനെ ഒരു സംഗതി കേൾക്കണം. മഠങ്ങളിലൊക്കെ ചിലപ്പോ കാണുമായിരിക്കും അല്ലേ, അങ്ങനെ പറയുമായിരിക്കും തോന്നുന്നു. അറിഞ്ഞൂടാ, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലത്ത് ഇതൊരു പുതുമയാണ്. ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരും ഇങ്ങനെയും മരിക്കല്ലേ എന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ ഇതിന്റെ പോസിബിലിറ്റി ഉണ്ട് ഈ മിസ്യൂസ് ചെയ്യാനുള്ള, ഇപ്പൊ ഈ ഒരു ടേം മിസ്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് സംഭവം അസ്വാഭാവികത ഉള്ളപ്പോ തന്നെ അവരെ അപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോയി കല്ലറ തുറന്ന് ചെയ്യാളുകയാണ്. പക്ഷെ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ ടെൻഷൻ ഉണ്ടായി. അവിടെ ആ നാട്ടുകാർക്കുള്ളില് ഒരു വിഭാഗം ഇത് തുറക്കണം, ഇത് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര ഇതായിട്ട് വന്ന്, ഒരു വിഭാഗം ഇത് പറ്റൂല, ഹിന്ദു ഹിന്ദുക്കളുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് അതങ്ങനെ വന്ന് അപ്പോഴേ അവർക്കും ഒരു പ്രഷറായി അല്ലേ. ഇതിനകത്ത് ഈ ജാതി എന്ന് പറയുന്ന സാധനോട് അല്ല, ജാതി മതം എന്ന് പറയുന്ന സാധനം കയറപ്പോഴത്തേക്കും അത് കുറച്ച് വർഗീയമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിന് കാരണം മുസ്ലിങ്ങളാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാം. സർക്കാരിന് ഒരു പ്രഷറും കൂടെ കൊടുത്തവര് തുറക്കാനുള്ള പ്രഷർ കൂട്ടിയെന്ന് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ അതാണ് പൊളിക്കാനുള്ള പ്രഷർ കൂട്ടായ വിഷയം. അങ്ങനെ ഒരു ഇഷ്യൂ ആ ഒരു ഈ വർഗീയത അല്ലെങ്കിൽ മതം എന്ന് പറയുന്ന സാധനം ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ ഇത് നേരത്തെ പണ്ടേ സിമ്പിൾ ആയിട്ട് ചെയ്യാറുള്ളായിരുന്നു. കാരണം സീരിയസ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് ഇത് ഒരു കൊലപാതകമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജീവൻ ഉണ്ടായിട്ട് കുറച്ച് ജീവൻ ഉണ്ടായിട്ട് കൊണ്ടുവന്ന് ഇരുത്തി പിന്നെ ഒരു അങ്ങനെ ഒരു ഇതാ, അത് കൊലപാതകമാണല്ലോ, എല്ലാരും അകത്ത് പോവും. ഞാൻ വിചാരിച്ച അങ്ങനെ വല്ല ആയിരിക്കൂ എന്ന് വെച്ചാ ചിലവർക്ക് ഈ ഭയങ്കര വിശ്വാസവും അന്ധവിശ്വാസവും കൂടുമ്പോഴ് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. നാളും ഇതൊക്കെ നോക്കിയിട്ട് നമ്മളിവിടെ തന്നെ ദുർബന്ധം മറ്റേ ഇതൊക്കെ ഇടയ്ക്ക് നടന്നതല്ലേ, മറ്റേ കേസൊക്കെ നരബലിയൊക്കെ നടന്ന കേസല്ലേ. അതുകൊണ്ട് അത് പറയാൻ പറ്റൂല. അതെ പറയാൻ പറ്റൂല. ഇങ്ങനെ ഒരാളെ ജീവനോടെ കൊണ്ടെടുത്തു നമുക്ക് പറയാൻ പറ്റില്ല. അവരല്ലെങ്കിൽ എല്ലാരെയും മുമ്പിൽ വെച്ചുള്ള ഒരു ഇതാണെങ്കിൽ പറയാം. ഇത് അവരുടെ വീട്ടുകാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു ചടങ്ങ് സംഗതി അറിയാവൂ. ഇപ്പൊ ജനങ്ങളെ മുമ്പിൽ വെച്ചാണ് പുള്ളി സമാധി ഇരുന്ന് അങ്ങ് പോയാണെങ്കിൽ ഓക്കെ, ഒരു ഇതുണ്ടായിരുന്നു, പ്രൂഫ് എന്തെങ്കിലും ഒരു സംഗതി പറയാം. ഒരു ഡോക്ടറിനെയും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണം
ഉറപ്പിച്ചിട്ട് ഇരുത്തിയിരുന്നേക്കോ വേറെ ഒരു അത് കുഴപ്പമില്ല. അവര് പറഞ്ഞെന്ന് വെച്ചാൽ എന്തോ കളങ്കപ്പെടുവെന്നോ അങ്ങനെ എന്തോ ആണ്, ചൈതന്യം പോകും. ചൈതന്യം നഷ്ടപ്പെടുവെന്നോ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞത്. കുറച്ച് അകത്ത് കിടന്നേനെ. ആ. സാധ്യത ഇല്ലാതില്ല. ഇപ്പൊ ഈ വർഗീയതയൊക്കെ പറഞ്ഞതിന് കേസാവത്തില്ലേ? അറിഞ്ഞൂടാ. ഇതിപ്പോ പിന്നെ ഇനിഷ്യൽ ഇത് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പം ഇപ്പോഴത്തെ ഇന്നത്തെ ഇപ്പോഴെന്ന് വെച്ചാൽ എനിക്ക് വെച്ചിട്ട് ഇപ്പോഴത്തെ news ഇനിഷ്യൽ വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുള്ള കാരണം അവര് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടത്തിലോട്ട് പോയില്ല, ഇന്റേണൽ ഓർഗൻസിന്റെ അപ്പൊ അതില് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വിഷമൊന്നും ഉള്ളിൽ ചെന്നിട്ടില്ല, ബോഡിയിൽ വേറെ ഈ മുറിവുകളും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു സ്വാഭാവിക മരണത്തിനുള്ള സാധ്യത എന്നാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. പക്ഷേ എനിക്കൊരു ഇതില് തോന്നിയത് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു എന്നുള്ളതാണ്. ഇവരെ ഈ ഒരു ഇതിനെ പ്രൊമോട്ട് ചെയ്തത് പോലെയാണോ? അല്ല, പുള്ളി പറയണുണ്ട് ഇതെന്തൊരു എന്തോന്നാ നമ്മുടെ ഈ ശിവഗിരി തീർത്ഥാടന കേന്ദ്രം ആക്കണമെന്നുള്ള രീതിയിൽ മോൻ പറയണുണ്ട്. അപ്പം അതൊരു ഈ ബിസിനസ് എക്സ്പാൻഷൻ എന്നുള്ള രീതിക്കും കൂടെ കണ്ടിട്ടാണ് ഈ സമാധി കഥ അല്ലെങ്കിൽ അങ്ങനെ സംഭവം കൊണ്ടുപോകും. ഈ സമാധി ചെയ്യണമെങ്കിൽ എന്തൊരു ജീവനോടെയാണ് അങ്ങനെ 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 എന്തോ ഉണ്ട്. അല്ല മരിച്ചിട്ട് സമാധി ഇരുത്താൻ അങ്ങനെ പറ്റൂലെന്ന് എന്തോ അങ്ങനെ എന്തോ ആണ് പറയുന്നത്. അതുകൊണ്ടാണ് പുള്ളി എപ്പോഴും പറയുന്നത് മരിച്ചതല്ല സമാധി ഇരുന്നു, മരിച്ചു എന്ന് പറയാൻ സമ്മതിക്കുന്നില്ല, സമാധി ഇരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതായത് ആ ബിസിനസ്സിന് ആ ഒരു ഓപ്ഷൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് പോയല്ലോ. പക്ഷെ ഇതിലിപ്പോഴെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പറഞ്ഞത് ചിലപ്പോ ഇനി അറിഞ്ഞൂടെ ഇടയ്ക്ക് കേട്ടെന്ന് വെച്ചാൽ ആ ബോഡി മരിച്ചതിന് ശേഷം അവിടെ കൊണ്ട് ഇരുത്തിയതാണ് എന്ന് പറയുന്ന അങ്ങനെയും പറയാനുണ്ട്. അല്ല, ഇപ്പൊ സ്വാഭാവിക മരണമാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും, സ്വാഭാവിക മരണമാണെങ്കിൽ അങ്ങനെ ആയിരിക്കും കൊണ്ടിരുത്തി എങ്കിൽ. പക്ഷെ അതൊരിക്കലും ഇതാവത്തില്ലല്ലോ, അത് ഇതാവൂലല്ലോ ഒരിക്കലും അല്ലേ. അതല്ല പുള്ളി പറഞ്ഞത്, പുള്ളിക്കാരെയും നടന്ന് വന്ന് അവിടെ പോയി ഇരുന്ന് പ്രഷറിന് ഗുളികയും കഴിച്ച് ഇൻസുലിൻ എടുത്ത് കഞ്ഞിയും കുടിച്ചിട്ടാണ്. എടാ അതല്ല, ഇത് എനിക്ക് വേറെ ഒന്നും ചോദിക്കണല്ല, അത് എനിക്ക് അറിഞ്ഞൂടാ. അത് പറയും ഈ സ്വാമിമാരില്ലേ, അവര് മരിക്കുന്ന സമയമാകുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അങ്ങനെ എന്തോ ആണ് ഇത്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവര് തന്നെ പോയി ഇരുന്ന് അങ്ങനെയാണ്. പക്ഷെ പുള്ളിക്ക് ഇപ്പൊ ജീവിക്കണമെന്നുള്ളതുകൊണ്ടല്ലേ ഇൻസുലിനും ഇതൊക്കെ എടുത്തിട്ട് പോയി കഞ്ഞി അല്ലേ, അതെനിക്ക് അറിഞ്ഞൂടാ. പുള്ളി കിടപ്പിലാണെന്ന് അവിടുത്തെ അയലോക്കമൊക്കെ പറയണ, പുള്ളി കിടപ്പിലാണ്. അവർക്ക് നടന്നു വന്ന് അവിടെ വന്ന് ഇരുന്നെന്ന് പറഞ്ഞാൽ അവർക്ക് വിശ്വാസമില്ല ഈ നാട്ടുകാർ. അപ്പോഴങ്ങനെ പറ്റൂലല്ലോ. അപ്പൊ നീ പറഞ്ഞ പോസിബിൾ ആയിരിക്കണം, അവസാനം ആയിരിക്കണം, ബിസിനസ് ഫീസ്ഡ് ആയിരിക്കണം. അല്ല, ഇവരൊരു പറയണേല് ഇവര് തമ്മിൽ പറയണതിലും കുറെ പ്രശ്നങ്ങളുണ്ട്. ഏതോ ഒരാൾ പറയണ അവര് കൊണ്ടുപോയിരുത്തി എന്ന് പറയുന്നു, ഒരാൾ പറയുന്നു നടന്നു പോയിരുന്നു. പിന്നെ പുള്ളി അങ്ങനെ ഒരു ജീവിതം നയിച്ച ആളാണ്, മീൻസ് ആത്മീയ അങ്ങനെ ഇതാണ് അല്ലല്ലോ. അങ്ങനെയുള്ളവരാണ് ഇരുത്തിയെങ്കിൽ ഓക്കെ, ചിലപ്പോ അങ്ങനെ ആവാം അല്ലേ, അങ്ങനെയുള്ളവരാണ്. പക്ഷെ ഇത് ഫാമിലി ആയിട്ട് മൊത്തം ഫാമിലിയും എല്ലാം സെറ്റ് ആയിട്ട് അവസാനം എല്ലാം കൂടെ ഒരു ഭയങ്കര ഒരു ദുരൂഹത നിറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിപ്പോയി, കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. അത് ഈ പറഞ്ഞ ആ സാധനം ഉണ്ടല്ലോ, ഈ കഞ്ഞിയും കുടിച്ച് BP-യുടെ ഗുളികയും കുടിച്ച് അതിലാണ് സത്യം പറഞ്ഞത് കോമഡി ആയിട്ടാണ് കേൾക്കുമ്പോ ചിരി വരും. ഇൻസുലിൻ എന്താ എടുത്തത് എന്താ പറയാ ചിരി വരും. ഇപ്പൊ മരിക്കാൻ പോകുന്ന ആൾ എന്തിനാണ് ഇൻസുലിൻ എടുക്കണം? അതാണ് എനിക്കതാണ് അതെ. ഏതൊരു ഇതില് ഇന്റർവ്യൂല് ഇങ്ങനെ ഒരു അമ്മച്ചി ഇതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ചിരി ചൂപ്പാട് വന്നു. അല്ല, അത് ഭയങ്കര ഇത് തോന്നോടോ, ഭയങ്കര കോൺഫ്ലിക്റ്റിംഗ് സൈൻ. അത് എനിക്ക് തോന്നുന്ന മിക്കവരും ഇത് തന്നെയാണ് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് വെച്ച് ഈ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് കുറച്ച് ഒരു കമ്മ്യൂണൽ ഗ്രൂപ്പ് പോലെയൊക്കെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. അതും എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. അങ്ങനെ പ്രശ്നം വെളിയിൽ നിന്ന് ഒരുപാട് പേര് വന്ന് ഒരു സിറ്റുവേഷൻ അങ്ങ് യൂട്ടിലൈസ് ചെയ്യണ ഒരു രീതിയിൽ അങ്ങ് മുതലെടുപ്പ് നടത്തി കളഞ്ഞു. അത് ശരിയല്ല. ഒരു അപ്പൂപ്പനൊക്കെ വന്നിട്ട് ഇത് പൊളിക്കുന്നത് എനിക്കൊന്ന് കാണണം, അങ്ങനെ പൊളിക്കാൻ പറ്റുന്ന സാധനമാണോ? ഒരു സ്വാഭാവിക മരണമാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് വീണ്ടും പൊട്ടി വരാൻ സാധ്യത ഇല്ലേ? ഇനി വേറെ കമ്മ്യൂണൽ ഇഷ്യൂസ് പോലെ വരാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. കാര്യം ഇവര് പറഞ്ഞത് എതിർത്തിട്ട് ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടൊക്കെ ചിലപ്പം സംശയത്തിന്റെ പേരിൽ വലിയൊരു ഇത് തുറന്നു, ആചാരം വ്രണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു ടീം ചിലപ്പോ വരാൻ സാധ്യത ഉണ്ട്, പോസിബിലിറ്റി ഉണ്ട്. അതാണ് ഇത് ഗവൺമെന്റിനും ഇഷ്യൂ അല്ലെ, ഈ കളക്ടറും അവർക്കൊക്കെ പ്രശ്നം, പോലീസുകാർക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ അതാണ്. അന്നിപ്പം ഇതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് ആ സിറ്റുവേഷനിൽ അവർക്ക് വേണമെങ്കിൽ എളുപ്പം എടുക്കായിരുന്നു. പക്ഷെ അന്ന് ഇതേപോലത്തെ ഒരു റിസൾട്ടാണ് വരുന്നതെങ്കിൽ വേറൊരു രീതിയിൽ കൊണ്ടുപോകും. ഇതിപ്പോ കോടതി ഇപ്പം കേരള ആയതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും, വല്ല വേറെ നോർത്ത് ഇന്ത്യയിലോ വേറെ എവിടെയെങ്കിലും ചിലപ്പോ തൊടാൻ പറ്റി വലിയ പ്രശ്നമാവും ഉറപ്പാണ്.
പക്ഷെ ഇതല്ലടാ ഇതിപ്പോഴേ ഞാൻ ഇത്രയും വലിയ ഇഷ്യൂ ആക്കാൻ മാത്രം ഒരു മീൻസ് ഒരു ചെറിയ അവരെ കുടുംബക്ഷേത്രം പോലെ എന്തോ ആണത് സംഗതി. പക്ഷെ അത് ഇതിന് ഇത്രയും വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുമെന്ന് എടാ അത് അവർക്കും തോന്നിയില്ലേ, ഈ സാധാരണക്കാരല്ലേ അവരും. പെട്ടെന്ന് ഇത്രയും മീഡിയ കാര്യങ്ങളൊക്കെ വന്നപ്പോ അവർക്കും ഒരു ടെൻഷൻ വന്നു കാണും. സംഭവം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, പക്ഷെ അവർക്കും ഒരു ടെൻഷനും പേടിയും ഒക്കെ വന്നു കാണും. ഇതെന്താണ് സംഭവം എന്നറിയാതെ എന്തൊക്കെയോ വിളിച്ച് ഒരുപാട് റോങ് ആയിട്ട് ഒരുപാട് പറഞ്ഞായിരുന്നു. നമുക്ക് അത് കേൾക്കുമ്പോ കൊലപാതകം തോന്നും. അവര് പൊളിക്കാൻ സമ്മതിക്കണില്ല. എന്തോ ഒരു സാധാരണ നല്ല ഉറപ്പുള്ള ഒരാൾ ആണെങ്കിൽ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കെന്ന് പറയൂലേ. ഇതങ്ങനെയും പറയുന്നില്ല. പിന്നെ വർഗീയമായിട്ടൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നു. എങ്ങനെയെങ്കിലും തുറക്കരുത്, ഹിന്ദു മത ഇത് വ്രണപ്പെടും, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിത് പുറത്തുനിന്ന് നമ്മൾ സിനിമാ രീതിയിൽ ശരിയല്ല. മറ്റേ നമ്മൾ യൂട്യൂബിൽ മറ്റേ ദുരൂഹത കേസുകളൊക്കെ കേട്ട് കിടക്കുമ്പോ പിന്നിൽ അതായിരിക്കും എല്ലാവർക്കും ഒരു ഡിക്റ്റേറ്റീവ് ഉണരും. ഞാൻ ഒരു റീലില് ഒരാള് റിയാക്ട് ചെയ്യണം, ഇവരെ അമ്മ സംസാരിക്കുമ്പോ ഒരു ഇതില് പോയിന്റിൽ ഇങ്ങനെ നിർത്തിയിട്ട് കണ്ടോ അവർ പറയുന്നുണ്ട്, അനലൈസ് ചെയ്യണം, കണ്ടോ, സൂക്ഷിച്ച് കണ്ടോ, ഇത് കൊലപാതകമാണ്. അവരമ്മ എന്തോ സംസാരിക്കുന്ന കൂട്ടത്തിൽ എന്തോ പറഞ്ഞു, ജീവന്റെ തുടിപ്പുണ്ടായിരുന്നെന്നോ ചൂടുണ്ടായിരുന്നെന്നോ. പോയിന്റ് കണ്ടോ, ഇത് കൊലപാതകമാണ്. ആ പുള്ളി റീല് മാറ്റിക്കാണോ റീല് ടേക്ക് ഡൗൺ ചെയ്തതാണ്. പക്ഷെ ഇത് അതായിരിക്കുമല്ലോ, ഇത് എനിക്ക് പറഞ്ഞാൽ അവർക്ക് ബോഡി ചിലപ്പോ അവർ കൊണ്ട് വച്ചിട്ട് അതറിയാതിരിക്കാനായിരിക്കണം ചിലപ്പോ. മറ്റേ ഒരു ഷർട്ട് ഇട്ട മകനുണ്ടല്ലോ, പൂജാരി അല്ലാത്ത മകൻ, ആ പുള്ളി ഏതൊരു ന്യൂസ് എനിക്ക് ഏഷ്യാനെറ്റിലാണ് കണ്ടാണ് വന്നിട്ട് പറയുന്നുണ്ട് മറ്റേ എന്തെങ്കിലും സ്കാൻ ചെയ്ത് നോക്കാൻ, ബോഡി ഉണ്ടാകും സ്കാൻ ചെയ്ത് നോക്കാം. അപ്പൊ മറ്റേ ഈ ശ്രീജിത്ത് പണിക്കരക്ക് ഇങ്ങനെ ചിരിക്കണം, സ്കാൻ ചെയ്ത് നോക്കി ബോഡി അകത്തുണ്ടായിട്ട് അവർക്ക് കാര്യമൊന്നുമില്ല, എടുത്ത് കൊണ്ടുപോയി നോക്കല്ലേ, എന്നാലേ മനസ്സിലാവും. സ്കാൻ ചെയ്ത് നോക്ക് ബോഡി ഉണ്ടാവും അറിയാലോ, അങ്ങനെ ചിരിക്കണം. കാരണം അവരും കുറെ ഈ ഒരു അപ്ഡേറ്റഡ് അല്ലെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ലോകം മാറി, ഇങ്ങനത്തെ ആൾക്കാർ ഇങ്ങനെയൊന്നും വിശ്വസിക്കൂല. അവര് ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് തോന്നണം. പ്രത്യേകിച്ച് അവര് അമ്മയും കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത് നമ്മളെ ശിവൻ വെട്ടിക്കീറട്ടെ അങ്ങനെയൊക്കെ രീതിയിൽ പ്രാവുന്ന പോലെയൊക്കെ സംസാരിക്കുന്നത്. അത് അവരെ ഒരു ഭയങ്കര വിശ്വാസത്തിന് അപ്പുറമാണ്, ആ ഒരു ഇതില് ആയിരിക്കും അവര് ചെയ്തത്. അല്ല അവര് ഒരു ഓപ്പൺനെസ് ഇല്ലടാ, ഒരു അവര് പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിലാണ്. ബാക്കിയുള്ളവര് പറയുന്ന ഒന്നും എല്ലാം റിജക്റ്റ്, നീ പറയുന്നത് റിപ്പോർട്ടർമാർക്ക് എല്ലാം റിജക്ഷനോട് റിജക്ഷൻ. ഇത് അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് തുറന്ന് ഇതിന്റെ സംശയം തിരുത്തണ്ടേ. അതെങ്ങനെ പറ്റും? അത് ഇതിന്റെ ചൈതന്യം പോകൂലേ? അങ്ങനെയൊക്കെ നമ്മൾ പിന്നെ വേറെന്തോ പറഞ്ഞത്, അതെന്തോ കോൺക്രീറ്റ് സ്ലാബ്, അത് കോൺക്രീറ്റ് അല്ല വേറെന്തോ ആണെന്നൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളെന്നൊക്കെ പറഞ്ഞു. സത്യമായിട്ട് ഈ അലക്കല്ല് പോലെയാണ് ഇരിക്കുന്നത്, നമുക്ക് അങ്ങനെ തോന്നും. അത് നമ്മുടെ പ്രശ്നമാണ് എന്നോട്, അങ്ങനെ തോന്നും. ഞാൻ പറഞ്ഞിട്ട് കാര്യമായിട്ട് എനിക്ക് അങ്ങനെയാണ് പെട്ടെന്ന് നോർമൽ ഒരു കല്ല് ഇതുപോലെ അതേപോലെ തന്നെ ഇരിക്കണം. ഈ വീടൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത് അത് അറിഞ്ഞോട്ടെ. പുള്ളി എന്നെ ഓർഡർ ചെയ്തെന്ന്, പുള്ളി ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് അതിനകത്ത് കൊണ്ട് വെക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയൊക്കെ പറഞ്ഞു. ഓർഡർ ചെയ്ത് വരുത്താനൊക്കെ പറ്റുമോ? അത് പുള്ളി ആരെങ്കിലും മരിക്കുന്നതിന് മുന്നേ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് മരിച്ചത്. ഇത് ആമസോണിന്റെ അല്ലാതെ പണിക്കാരന്റെ അടുത്ത് ഓർഡർ ചെയ്ത് അയാൾ കൊണ്ടുവന്നു. പുള്ളി ഫ്ലിപ്കാർട്ട് വഴി. അപ്പൊ എനിക്കിവിടെ പൂജാകർമ്മൊക്കെ ചെയ്ത സാധനമായിരിക്കും അല്ലേ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ല നിന്റെ അറിവിൽ ഇത് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് തന്നെ. അല്ല ഇത് എന്ത് ബോഡി എടുത്തപ്പോ അതിന്റെ അകത്ത് പൂജ പരിപാടി ഇവര് പറഞ്ഞ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സംഭവം സമാധി പോലെ പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. എനിക്ക് തോന്നുന്നു അപ്പോഴ് മരിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. അങ്ങനെ ചിലപ്പോ അതറിയാതിരിക്കാനായിരിക്കണം അവര്, ചിലപ്പോ അതായിരിക്കണം അവര്. ഇതിന് വേറൊരു കാര്യങ്ങളുണ്ട്. ഇത് സത്യം പറഞ്ഞ ഒരു ഈ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ സംഭവമായിരിക്കും. ചിലപ്പോ പുള്ളിയും അങ്ങനെ പറഞ്ഞാണ്, എന്നെ കൊണ്ട് ഇരുത്തു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഇത്
ഇവര് മൊത്തത്തിൽ അത് വിശ്വസിച്ചാണ് മറ്റേ പണ്ട് ഏതൊരു 12 പേര് മരിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, സീക്രട്ട് ഓഫ് ഹൗസ് ഓഫ് സീക്രട്സ്. പിന്നെ മറ്റേ എന്തിന് മക്കളെ കൊന്നിട്ട് അടുത്ത ദിവസം പുനർജനിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലി. അതേപോലെ ഒരു ഫാമിലി സർക്കിളിൽ ചിലപ്പം ഹൗസ് ഓഫ് സീക്രട്ട് ഇതില് അതിലുള്ള എല്ലാ കൊച്ചുങ്ങളടക്കം 12 പേര്. അത് ഇവിടെ അല്ലല്ലോ, പുറത്ത് നമ്മുടെ നോർത്തിലല്ലേ? നോർത്തിൽ അതറിയാം. അതിൽ 12 പേര് ഒത്തു തൂങ്ങി മരിച്ചു. അപ്പോഴും ഒത്തു തൂങ്ങി മരിക്കുമ്പോ എല്ലാരും കൊലപാതകമാണെന്ന് വിചാരിച്ചു. പക്ഷെ അവര് 12 പേരും അവര് ഇഷ്ടത്തോടെയാണ് അവര് ചെയ്തത്. അടുത്ത ദിവസം ഡോക്യുമെന്ററിയിലുണ്ട് ഹൗസ് ഓഫ് സീക്രട്ടില്. ഇവര് CCTV-ൽ ഓരോ സാധനങ്ങൾ കൂളായിട്ട് പോയി എന്നുവെച്ചാൽ അവർക്ക് മരിക്കണതിന്റെ ഒരു ഇതും ഇല്ലാതെ കൂളായിട്ട് എല്ലാ സാധനങ്ങളും ചെയ്യുന്നത്. അല്ല, ഇവര് പ്രോപ്പർ മരിക്കാന്നല്ല, അടുത്ത ദിവസം പുനർജനിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഇതിൽ മൈൻഡ് സെറ്റിലാണ് ചെയ്യുന്നത്, മരിക്കുക എന്നുള്ളത്. ഈ ഇടയ്ക്ക് മറ്റേ ഏലിയന്റെ എന്തോ കണ്ടു മരിച്ചവരുണ്ടായിരുന്നല്ലോ നമ്മുടെ ഈ ഇടയ്ക്കല്ലായിരുന്നു നമ്മുടെ മറ്റേ ഏലിയൻ ആയിട്ട് പിന്നെ വേറെ പ്ലാനറ്റിൽ ജനിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് ഈ ഇടയ്ക്ക് കുറച്ച് നാൾ മുമ്പല്ലേ? നമ്മുടെ ഇവിടെ ഇല്ലേ, കേരളത്തിൽ തന്നെയല്ല, ടീച്ചർ അവര് അതവിടെ പോയിട്ടല്ലേ? അത് പറഞ്ഞു. അത് ഈ ഇടയ്ക്ക് കുറച്ചാൾ മുമ്പുള്ള കേസല്ല, അതൊരു ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അവർക്ക് ഇതൊക്കെ അവർക്ക് സംഭവം പേടിയ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ നിയമം എന്ന് പറയുന്നൊന്നും നിയമം വ്യവസ്ഥ അതൊന്നും അവർക്കൊരു ബാധകമല്ല. വിശ്വാസമാണ് ഏറ്റവും വലുത്. അത് അങ്ങനെ ഒരു സമൂഹം സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിക്കേണ്ടതാണ്. അങ്ങനത്തെ ആൾക്കാരെ നമ്മൾ പേടിക്കേണ്ടതാണ്. കാര്യം അവര് നമ്മളെ വെട്ടി കൊന്നിട്ട് പറയും അവനെ നമ്മൾ രക്ഷിച്ചാണ്, അവൻ അടുത്ത ദിവസം പുനർജനിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ? അങ്ങനത്തെ ആൾക്കാർ ഒരു പ്രശ്നമാണ്, നമ്മൾ നോക്കണം. അല്ല, ഈ മരിച്ച ശേഷം എന്താണ് അതിന്റെ ഒരു ജീവിതം ഉണ്ടോ, ആഫ്റ്റർ ലൈഫ് ഉണ്ടോ, അതാണല്ലോ ആൾക്കാർക്ക് പ്രശ്നം. അത് കണ്ടാണ് ആൾക്കാർക്ക് ഒരു വിശ്വാസം, ഇത് മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പിന്നെ വേറൊരു ജീവിതം ഉണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം. അല്ല, ആഫ്റ്റർ ലൈഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഇവിടെ ടെററിസം ആയാലും എന്ത് രീതിയിലും എല്ലാവരും ചെയ്യുന്ന അതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതൊരു വല്ലാത്തൊരു മിസ്കോൺസെപ്റ്റ് ആണ്. അതെ അതെ, എല്ലാരും മറ്റേ തർക്കങ്ങൾ വരെ ഉണ്ട്. നിന്റെ ഇതിൽ എന്താണ്? എന്റെ ഇതിൽ ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. മരിച്ചു കഴിഞ്ഞാൽ അവിടെ ഫുൾ സ്റ്റോപ്പ്, തീർന്നു, ചുമ്മാ കത്തിച്ച് കളയണം. നിങ്ങളെ ഇതിലെങ്ങനെയാണ്? എന്റെ വിശ്വാസം അത് തന്നെ. ലൈഫ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഈ ആത്മാവ് അങ്ങനെയുള്ളതിലൊന്നും ഒരു വിശ്വാസം ഇല്ലല്ലോ. പ്രേതത്തിൽ പേടിയുണ്ട്, അതൊരു വിശ്വാസമില്ല. പക്ഷെ പ്രേതം പേടിയുണ്ടോ? പ്രേതത്തിൽ കുറച്ച് പേടിയുണ്ടെന്നല്ല, എനിക്ക് വിശ്വാസം. അത് ആക്ച്വലി ആ വീഡിയോയിൽ കണ്ടത് അത് ആക്ച്വലി പ്രേതമല്ല, അത് പന്നി, അത് കാട്ടുപന്നിയാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സൗണ്ട് കേട്ടടാ, ഇവിടെ നമ്മൾ ഇത്തിരി പേടിച്ചായിരുന്നു. പേടിച്ചില്ല, വിനിച്ചേട്ടനാണ് കിടന്ന് വിളിച്ചത്. അത് വല്ലാത്തൊരു സൗണ്ട്. സാധ്യതയില്ലല്ലോ. ഏത്യസ്റ്റായിട്ട് അറിയില്ല, മറ്റേ ഇതൊക്കെ ഏലസൊക്കെ പിടിച്ച് തിരികെ വെച്ച് എനിക്കില്ല. അരുൺ ചേട്ടനുണ്ടോ ഈ ഇതില്? പ്രേതത്തിലല്ല, ഇങ്ങനെ ആഫ്റ്റർ ലൈഫ് അങ്ങനെ ഉണ്ടോന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ എന്തോ. എന്നാലും ഒരു ചേട്ടന്റെ ഒരു ചിന്തയിൽ എന്താണ് തോന്നുന്നത്, മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവം? കുറച്ചും കൂടെ ഇത്തിരി വിശ്വാസമുള്ളത് നിനക്കാണ് ഈ കൂട്ടത്തില്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിനുവേണ്ടി ഞാൻ ചാവുന്നില്ല, പക്ഷെ അങ്ങനെ ചിലപ്പോ അങ്ങനെ വേറൊരു ജന്മമായിട്ട് പുനർജനിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പിന്നെ അങ്ങ് പോവുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടോ? എന്തോ എനിക്ക് തോന്നല്ലടാ, ഇല്ല ഇതോടെ ഇതായിരിക്കണം, അങ്ങനെ വിശ്വാസമില്ല, അത്ര വിശ്വാസമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഉറക്കത്തിൽ എങ്ങനെയാണ്, ഒരു ഡീപ് സ്ലീപ്പിൽ അങ്ങനെ ആയിരിക്കും, ആയിരിക്കുമല്ല, അങ്ങനെയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്റ്റ് വന്നത് തന്നെ നമുക്ക് ഈ അവസാന കാലത്ത് ഒരു ഹോപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉള്ളത്. നല്ലത് ഫോളോ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടല്ലോ. ഇത് തീർന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ്. പറയണ റെസ്റ്റ് ഇൻ പീസ് എന്നാണല്ലോ. നമ്മുടെ ലൈഫ് അങ്ങ് തീർന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു അക്സെപ്റ്റ് ചെയ്യാനും വിഷമമാണ്. അതിന്റെ പിന്നെ ഒരു ഹോപ്പിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനത്തെ കോൺസെപ്റ്റ്. ഈ ആത്മാവ് കാര്യങ്ങൾ, ആത്മാവ് എന്ന് പറയുന്ന ഇപ്പൊ നിനക്ക് ഒരു ഇതില്ല, ആത്മാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. ആത്മാവ് ഉണ്ടാകുന്ന നിന്റെ ബോഡി, ഇത് ബോഡി, ഈ ജീവൻ ഉള്ളിൽ നിന്റെ ഒരു ആത്മാവില്ല, ഇത് മറ്റേ അതൊരു വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ ഇടയ്ക്ക് മറ്റേ ഇതൊരു ആറാട്ടണ്ണന്റെ പോഡ്കാസ്റ്റ് നീ പറഞ്ഞില്ലേ, പോഡ്കാസ്റ്റ്, അതില് ആറാട്ടണ്ണ ഒരു ഡയലോഗ് അടിക്കും, മൈൻഡ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ബ്രെയിൻ,
ജസ്റ്റ് ലൈക്ക് ഡൈജഷൻ ഇസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക്. മാസ് ഡൈലോഗ്. ഞാൻ ആലോചിച്ചു സെറ്റ് സാധനം. കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനില്ലേ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആക്ട് ചെയ്യണം, നമ്മളെ മനസ്സെന്ന് വിചാരിക്കുന്ന ഒരു സാധനം നമ്മൾക്കുള്ള ഒരു OS പോലെയാണ്. നമ്മളെ ബ്രെയിൻ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാം അല്ലേ? ഈ മൈൻഡ് എന്ന് പറയുന്ന സാധനം അത് ബ്രെയിൻ ആണോ ഉദ്ദേശിക്കണത്? എടാ ബ്രെയിനിന്റെ ഒരു പ്രോഗ്രാം ആണ്. നമുക്ക് എന്താണ് ചിന്തിക്കണം ഒരു സാധനം ഇല്ലേ നമ്മൾ ആക്ട് ചെയ്യണത്. നമുക്ക് ഒരു മൈൻഡ് വോയിസ് ഒക്കെ ഉണ്ടല്ലോ നമ്മളെ തന്നെ. ഇപ്പൊ കണ്ണാടി നമ്മൾ ചില സമയം നോക്കുമ്പോ ഇതാണോ ഞാൻ എന്ന് അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഈ മുഖമാണോ ഞാൻ, ഈ മുഖം തന്നെയുണ്ട് ഇതുപോലെ തോന്നാൻ മുഖമാണ്. ഇതാണോ ഞാൻ, പക്ഷെ ശരിക്കും ഞാൻ ഇങ്ങനെയല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. അതൊരു പ്രോഗ്രാം, ഇത്രേ ഉള്ളൂ. ബോഡിയേ ഉള്ളൂ. ആ ബോഡിയിൽ ബ്രെയിനിന്റെ ഒരു ഈ ആറാട്ടെണ്ണം പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ, ഒരു പ്രോഗ്രാം. സത്യമാണ്. അതൊരു ഫംഗ്ഷൻ മാത്രമാണ് മൈൻഡ് എന്ന് പറയുന്നത്. ഇപ്പം ആത്മാവ് എന്നൊക്കെ പറയുന്ന സാധനം അതാണ്. ഇപ്പോൾ റോബർട്ട് സാപ്പോൾസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു ബിഹേവിയറിസ്റ്റ് അല്ല, ബയോളജിസ്റ്റ്. അപ്പോൾ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഫ്രീ വില്ല, ഒരു മനുഷ്യന് ഫ്രീ വില്ല എന്ന് പറയുന്ന സാധനം ഇല്ല. നമ്മളെല്ലാം കണ്ടീഷൻഡ് ആണ്. ആ കണ്ടീഷൻ്റെ അനുസരിച്ചാണ് നമ്മൾ പെരുമാറുന്നത്, നമ്മുടെ ബിഹേവിയറൊക്കെ ഇതായത്. അല്ലാതെ നമ്മുടെ ഫ്രീ വില്ല് കൊണ്ട് ചെയ്യുന്നതൊന്നും. ചുറ്റുപാട് നടക്കുന്നത് നമ്മുടെ ഫാമിലി, നമ്മുടെ ബ്രെയിൻ അല്ല നമ്മുടെ ബോഡിക്ക് ഒരു കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മുടെ ജീൻസ് വഴി ഉണ്ടായ കുറേ ലിമിറ്റേഷൻസ് അതൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് അതേപോലെ നമ്മുടെ സമൂഹം, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ ഇത് ഒക്കെ കമ്പൈൻ ചെയ്താണ് നമ്മളൊരാളുണ്ടാകുന്നത്. ഒരു AI പോലത്തെ ഒരു സെറ്റപ്പ് ആണല്ലേ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഡാറ്റാസ് അനുസരിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുക. അത് തന്നെ അത്രേ ഉള്ളൂ. അതിൽ ഡിഫറൻസ് വരുന്നതെന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഈ ഫിസിക്കൽ ഇതിനനുസരിച്ചായിരിക്കും. വളർന്നു വരുന്ന സാഹചര്യങ്ങളും നമ്മൾക്ക് ഓരോ സംഭവം അത് വെച്ച് നമ്മളെ മൈൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അല്ല, ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഫാമിലിയിൽ ചിലപ്പോൾ ഇങ്ങനെയാണ് അവർ ബിഹേവിയർ, അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് വ്യത്യാസമല്ലേ? എനിക്ക് തോന്നുന്നില്ല അവര് ബാക്കിയുള്ള എല്ലാവരോടും സഹകരിച്ചായിരിക്കും. അങ്ങനല്ല, അത് മറ്റൊരു പുള്ളി പറയുന്നുണ്ട്. അവർക്ക് അങ്ങനെ വലിയ സഹകരണം ആ അമ്പലത്തിൽ തന്നെ പുറത്തുനിന്നുള്ളവർ വന്നപ്പോഴത്തന്നെ ട്രസ്റ്റ് രൂപീകരിക്കാനായിട്ട് വന്നപ്പോൾ തന്നെ വലിയ നാൾ പോയില്ലെന്ന് അവരുമായിട്ട്. അങ്ങനെ എന്ന് വെച്ചാൽ വരുന്നവരടുത്തുള്ള പെരുമാറ്റം മീൻസ് ഈ തൊഴാനായിട്ടൊക്കെ വരുന്നവരുണ്ടല്ലോ, ഭക്തിയായിട്ട് വരുന്നവരടുത്തുള്ള പെരുമാറ്റമൊക്കെ മോശമായതുകൊണ്ടാണ് അവർ സഹകരിക്കാത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഗ്രൂപ്പിന് തന്നെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അമ്മയായാലും അനിയനായാലും ചേട്ടനായാലും അവരുടെ വൈഫായാലും എല്ലാം ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാണ്. അതിലൊരു വ്യത്യാസമുണ്ട്, ബാക്കിയുള്ളവരെ പോലെ അല്ല. ചിലപ്പോൾ അവരുടെ തലമുറയും അതുപോലെ ആയിരിക്കണം, അതിന് മുന്നത്തെ തലമുറകളും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഭക്തിയോട് കുറച്ചുകൂടെ വളർന്നിങ്ങനെ അതില് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ആൾക്കാരായിരിക്കും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരിങ്ങനെ പറയണത്. അല്ലാതെ നമ്മളിങ്ങനെ വേറൊരു സംഭവം, നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ മർഡർ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവര് ചിലപ്പോൾ അത് മർഡറിന്റെ രീതിയിലായിരിക്കുമല്ലോ ചിന്തിച്ചത്. ഫുള്ളായിട്ടൊരു വിശ്വാസം. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേ എനിക്ക് ഇവരോട് സത്യം പറഞ്ഞ സഹതാപം തോന്നി. ഇവർ ഇത്രയും മാധ്യമങ്ങൾ ഇങ്ങനെ കിടന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് അത് അത്രയും പ്രിപ്പയർഡ് അല്ലല്ലോ. അവർക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്തെന്ന് പറഞ്ഞ് പറയാൻ അവരത്രയും അങ്ങനെ പഠിച്ചവരല്ല, അത്രയ്ക്കും പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ല. എന്നാലും ഇത് എന്താണെന്നൊരു സംഭവം അവർക്ക് ഫലിപ്പിക്കാനും പറ്റുന്നില്ല. അതുപോലെ അല്ലെങ്കിൽ അവരെ വിശ്വാസത്തെ അവർ ഹാനിക്കേണ്ടി വരും. അതെന്ന് പറയുന്നത് ഭയങ്കര ഒരു മെന്റൽ ബ്രേക്ക് ഡൗൺ ആണ് ഒരു മനുഷ്യന്. അവരിത്രയും കാലം വിശ്വസിച്ചിരുന്നത് തെറ്റാണെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര ബ്രേക്ക് ഡൗൺ ആണ് ചിലർക്ക്. അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. അതല്ല, അത് ഇനി ഇവർക്ക് ഇനി ഇത് സംഭവം ഇനി അവർക്ക് ഭയങ്കരമായിട്ട് ഇതായി കാണും. ഈ സംഭവം എടുത്തത് അവർക്ക് ഭയങ്കര അവരുടെ ഉള്ളില് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു വിശ്വാസത്തോടു കൂടി മറ്റേ സ്വാഭാവികമായിട്ടാണ് ചെയ്തെങ്കിൽ അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. അതെ അതെ, സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് ലൈഫ് ലോങ് ഇത്രയും വിശ്വാസവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് ലൈഫ് ലോങ് അതൊരു ട്രോമയായിരിക്കും. അല്ല, ഇനി അത് തിരിച്ച് ഇങ്ങനെ അടക്കം ചെയ്യാതെ ഹാൻഡ് ഓവർ ചെയ്യുമായിരിക്കും. ബോഡി ഹാൻഡ് ഓവർ പിന്നെ അത് വീണ്ടും അവർ ഇതുപോലെ ചെയ്യുമായിരിക്കും കർമ്മങ്ങൾ. ഇനി സമാധിയാക്കാൻ പറ്റൂലല്ലോ, ഇനി സമാധിയാക്കാൻ പറ്റൂലല്ലോ, എന്തോ അറിഞ്ഞൂടാ.
നീ അവിടെ വെക്കുമോ പരിക്കർമ്മോ എന്തൊരു എന്ത് പരിക്രമം അത് വേറെ എന്തൊരു ക്രിയ. ഇതിന് വേണ്ടി വേറെ സംഭവം ഉണ്ടല്ലോ, ക്രിയ ഉണ്ട്. എന്തൊരു ക്രിയ? ഡേയ് നിന്നെയാണ് എക്സ്പേർട്ട്. നീയാണ് ഇതിൽ ആള്, സത്യം പറ, ശരിയാണ്. നീയാണ് പൂജ ചെയ്യണം. പരിഹാരങ്ങൾ, പരിഹാരക്രിയ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആ വാക്ക് കിട്ടിയില്ല. പലഹാരം, പ്രക്രിയ എന്നൊക്കെ പറഞ്ഞു. പ്രക്രിയ, പരിഹാരം അതൊക്കെ ചെയ്യുമായിരിക്കും, അറിഞ്ഞോണ്ട്. അതിന് വരും ദിവസങ്ങളിൽ നമുക്ക് ഇനി അപ്ഡേറ്റ് കിട്ടും. എനിക്ക് തോന്നലടാ കുറച്ചുകൂടെ കഴിഞ്ഞ മാധ്യമങ്ങൾ അങ്ങനെ നോക്കൂല. അല്ല, ഇതിപ്പോ ന്യൂസിന്റെ വാല്യൂ കുറയുന്നതനുസരിച്ചിട്ട് അവര് അതങ്ങ് കളയും. സത്യം ഇത് തുറക്കണം അതുവരെ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. തുറന്നു കഴിഞ്ഞാൽ അവര് തിരിഞ്ഞു നോക്കൂല. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഇത് മീഡിയ തന്നെ എത്ര ഹൈപ്പ് കൊണ്ടുവരണേടാ എല്ലാത്തിനും. അങ്ങനെ ഈ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്നത് ആറാട്ടിന് ശേഷം ഇപ്പൊ വീണ്ടും ഭയങ്കര ഫേമസ് ആയി. ആ ഭാഷ ഫേമസ് ആയി. പിന്നെ അതേപോലെ തന്നെ വീണ്ടും കത്തി വന്ന ഒരു വിഷയമാണ് ബോച്ചയുടെ മാധ്യമ ശ്രദ്ധ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഈ സമാധിക്കാരെ കൊണ്ട് മാത്രം വിഷമം വന്നതാണ്. അയ്യോ, പുള്ളി ഒരു ദിവസം കടന്നതാ ഇത് കിട്ടാതെ, കവറേജ് കിട്ടാത്ത. ബോച്ച വിചാരിച്ച് ഇത് സംഭവം സമാധി മൊത്തത്തില് മാധ്യമ ശ്രദ്ധ അങ്ങോട്ട് കഴിഞ്ഞിട്ട് പിടിക്കണം. മൊത്തത്തിൽ സമാധിയാണ് പുള്ളിയുടെ ഒരു സാധനം. എനിക്ക് തോന്നുന്നു അത് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ച സാധനം തന്നെ. പക്ഷെ എന്തെങ്കിലും വരുമെന്ന് വിചാരിച്ച് പുള്ളി ഇങ്ങനെ പറയുമ്പോ ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. അല്ല, ആദ്യ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത് അതൊരു ഫൺ എന്നുള്ള രീതിയിൽ, കുറച്ച് മിതമായിട്ടുള്ള രീതിയിലാണ്. ആദ്യമൊക്കെ ഈ ഇതിന്റെ വാഴപ്പഴത്തിന്റെ അതൊക്കെ നല്ല സാധനമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുവൻലി ഒരു ചേട്ടന്റെ വാഴക്കപ്പത്തിന്റെ എന്നുവെച്ചാൽ അതൊരു ഫൺ എന്നുള്ള രീതിയിൽ എന്നുള്ള രീതി. പക്ഷെ പുള്ളി പിന്നെ ഭയങ്കര ഡബിൾ മീനിങ് ആയിരുന്നു. ഡബിൾ മീനിങ് കുഴപ്പമില്ല. അത് തന്നെ ഞാൻ പറയട്ടെ, നീ പറയണ്ട, ഇതാണ് ഉല്ലാസിന്റെ എന്തൊരു മനസ്സിലുള്ള താല്പര്യങ്ങൾ. തുടക്ക സമയത്ത് ഇപ്പൊ അങ്ങേരെ ഒന്ന് കയറി വന്ന സമയത്തൊക്കെ ഇങ്ങനെ വായിന്ന് ചെറിയ ഡബിൾ മീനിങ്ങളൊക്കെ വീഴുമ്പോ അത് ഈ പറഞ്ഞ അത് ഒരു ചേട്ടന്റെ അടുത്ത് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. ചേച്ചിയാണ് അവിടെ ഇരുന്നിട്ടെങ്കിൽ അവസാനം പൊങ്ങി വന്നേനെ. അതിൽ പിന്നെ ഒരു പെങ്കൊച്ചിനെ പറ്റിയ ബൈക്ക് ഇരുത്തി കൊണ്ടുപോയിട്ട് മൂന്നാമതൊരാളുമായിട്ട് വരുമെന്ന് അത് മോശം, ഭയങ്കര മോശമായിരുന്നു. ഞാൻ പറഞ്ഞ ഈ ചില സാധനങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഡബിൾ മീനിങ്ങില് ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന സാധനമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് പുള്ളി അത് പിന്നീട് അതിങ്ങനെ റെഗുലർ ആയിട്ട് എക്സ്ട്രീം ആക്കി തുടങ്ങി. ആദ്യം ലൈറ്റ് പിന്നീട് ലൈറ്റ് ആയപ്പോ ആൾക്കാർ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് എടുത്തു. ബോച്ച് തഗ് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ വിചാരിച്ച് ഇതാണ് വൈറലാവാൻ പറ്റിയ സാധനം. പക്ഷേ പുള്ളി അത് അൾട്രാ പ്രോ മാക്സ് ആയി. അതാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പുള്ളി ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ, മറ്റേ തൃശ്ശൂർ പൂരത്തിന് ഞാൻ പണ്ട് ഇവിടെ ജാക്കി വെച്ച് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ അങ്ങനെ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് ഇതൊരു ക്രൈമാണ്. ഇതൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുമ്പോ ആൾക്കാരും അതിനൊത്ത് മാസം എന്നൊക്കെ പറഞ്ഞിരിക്കണ്. 2000 എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ പ്രോഗ്രസീവും ഇത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാലും സംഭവം ഇതൊക്കെ കേൾക്കുമ്പോ അരോചകമാണ്. പിന്നെ ബോച്ച എന്നുള്ളൊരു ഇത് കൊടുക്കുമായിരുന്നു, എന്തൊരു അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പ്രോഗ്രസീവ് എന്ന് പറയൂലേ. ഈ വലിയേട്ട സിനിമ ഞാൻ ഇപ്പൊ പോയി കണ്ടായിരുന്നു, തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു. അതില് സുധീഷിനെ ഞൊണ്ടിന്ന് എപ്പോഴും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. അത് വരുമ്പം ഫുള്ള് കൂവലാണ്. ഇപ്പം അത് ഒരു പ്രോഗ്രസീവ് ആള് അല്ല കണ്ടെങ്കിലും അവര് കൂവും. കാരണം ഇപ്പോഴത്തെ അരോചകമാണ്. അത് കേൾക്കുമ്പോഴ് ബാക്കി ഈ തിയേറ്ററിലുള്ള എല്ലാവരും ഭയങ്കര ബോഡി ഷെയിം ചെയ്യാത്തവരും അങ്ങനെ അല്ലല്ലോ. പക്ഷെ ഇത് കേൾക്കുമ്പോ ഭയങ്കര അരോചകമാണ്. ഈ ഞൊണ്ടി എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണതേ. പക്ഷെ ആ ടൈമില് ഇത് ഇപ്പോഴും നമുക്ക് എല്ലാരും കൂവല്. അപ്പോഴ് ആ ഒരു സംഭവം നമുക്ക് കേട്ടോണ്ടിരിക്കുമ്പോ ഭയങ്കര ആർട്ടിഫിഷ്യലി ഒരു ഡബിൾ മീനിങ് എടുത്ത് ഇടുക എന്ന് പറയുന്ന ഒരു ഇതിലോട്ട് എത്തിക്കഴിഞ്ഞു. അങ്ങനെ ഇടുവായിരുന്നു ഈ പുള്ളി, അങ്ങനെ ഇടും, മനഃപൂർവ്വം. അത് കുറച്ച് അരോചകം. അങ്ങനെ വന്നപ്പോഴാണ് ഈ പറഞ്ഞ കണക്ക് പുള്ളിക്കാരനെതിരെ ആൾക്കാർ പറയാൻ തുടങ്ങിയതും അങ്ങനെ
അല്ല പുള്ളിക്കാരന് ഒരുപാട് പ്രിവിലേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആൾക്കാർ കുറച്ച് അങ്ങനെ പ്രതികരിക്കൂല എന്ന് പുള്ളിക്കാരന് നല്ല രീതിയിൽ അറിയാം. സാധാരണ ആൾക്കാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ഒരു ഇത്തിരി പൈസക്കാരനാണ്, അപ്പൊ അങ്ങനെ ആൾക്കാർ അതൊരു വലിയതായിട്ട് എടുക്കില്ല. പൈസക്കാരന്റെ തമാശകൾ എന്നുള്ള രീതിയിലാണ് കളഞ്ഞിട്ട് അങ്ങ് പോയുള്ളൂ. പക്ഷെ ഇതിപ്പോ ഈ മറ്റേ പുള്ളിക്കാരി ഹണി റോസിന്റെ ഒരു സിറ്റുവേഷനിലാണ് ഇതെല്ലാം കൂടെ കൊണ്ട് അത്. ആദ്യം ഈ ഹണി റോസ് പുള്ളിക്കാരി ഒരു ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. അപ്പൊ അതിലിട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആരാണെന്ന് പേര് പറയാതെയാണ് പോസ്റ്റ് ഇട്ടത്. പക്ഷെ പേര് പറയുമെന്ന് വിചാരിച്ചില്ല. അടുത്ത റൗണ്ട് പേര് പറഞ്ഞു. അതിന് സംഭവം തന്നെ അല്ല, അത് പറഞ്ഞത് ഭയങ്കര മോശമായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിക്കാരി പല സ്റ്റേജുകളിലും പുള്ളിക്കാരി ഇങ്ങനെ ഈ പുള്ളിക്കാരി പറഞ്ഞു വന്നപ്പോഴ് ഈ കുന്തി ദേവി എന്ന് പറഞ്ഞത്. കുന്തി ദേവി അതെ, കുന്തി ദേവിക്ക് എന്തൊരു ഇരിക്കുന്നു അത് എനിക്ക് മനസ്സിലായി. കുന്തി ദേവി എന്നുള്ള പ്രയോഗം അത് മനസ്സിലായി. കുന്തി ദേവി പിന്നെ പുള്ളി പറയുന്നുണ്ട് കുന്തി ദേവി എന്ന് പറയുന്നത് സംഭവം പുള്ളി എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. പറ്റൂല എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിനെ പോലെ വളരെ സുന്ദരിയാണ് എന്നൊക്കെയാണ്. പക്ഷെ പുള്ളിക്കാരി അങ്ങനെ മെയിൻ ക്യാരക്ടർ അല്ല അതില്, അതാണ് പ്രശ്നം. അതല്ല എന്ന് പറഞ്ഞൊരു ഹിന്ദിയില് അങ്ങനെ കണക്ട്, ഹിന്ദിയിലെ ഒരു സീരിയലില് കുന്തി ആ നടിയെ പോലെയാണ് ഹണി റോസ് ഇരിക്കുന്നത് അങ്ങനെയാണ് പറഞ്ഞത്. നല്ല രീതിയിൽ മെഴുകി. ഞാൻ മാപ്പ് ചോദിക്കുകയാണ്, തെറ്റല്ലെങ്കിലും ഇങ്ങനെ പറയും ഇടയ്ക്ക്, തെറ്റല്ലെങ്കിലും മാപ്പ്. ഞാൻ മനഃപൂർവ്വം അല്ല ഇത് ചെയ്തത്, മറ്റേ ഇത് ഒരു എക്സ്പ്ലനേഷൻ പറയും എന്നിട്ട് തെറ്റല്ലെങ്കിൽ. ഈ സംഭവം കേൾക്കുമ്പോൾ അവിടെ ഉള്ള ആ ഹണി റോസിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഇത്രയും സിനിമാ നടി ഒരു ഇതിൽ വന്നിട്ട് എനിക്ക് കാണുമ്പോൾ കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നതെന്ന്. അല്ലെങ്കിലും പറയാതെ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് സാധനം. പിന്നെ ഇവര് ഈ ഹണി റോസ് ഈ പറയുന്ന കണക്ക് ഉദ്ഘാടനത്തിന് പൈസയൊക്കെ വാങ്ങിച്ച് വരുന്നതല്ലേ, അവിടെ ഒരു കച്ചറ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചായിരിക്കും അവർ മിണ്ടാതെ നിൽക്കുന്നത് തോന്നുന്നു. പക്ഷെ എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തില് മറ്റേ ഇത് നേരത്തെ ഇത് പ്രതികരിക്കാനൊക്കെ പറ്റും. പുള്ളിക്കാരിക്ക് പറ്റിയില്ലേ പിന്നെ ആർക്ക് പ്രതികരിക്കും? പുള്ളിക്കാരിക്ക് അത് കേട്ടോണ്ടിരിക്കേണ്ട ഇതൊന്നും ഇല്ലായിരുന്നു, നല്ലോണം പ്രതികരിക്കണമായിരുന്നു. എന്തെങ്കിലും ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത് പ്രതികരിക്കണ്ടെന്ന് പറഞ്ഞ് വിട്ട് കളഞ്ഞായിരിക്കും പലതവണയായിട്ട്. പിന്നീട് ഇങ്ങനെ ഇത് പ്രതികരിക്കണമായിരുന്നു. ഹണി റോസിന് പ്രതികരിക്കാനുള്ള പറ്റുമായിരുന്നു. സാധാരണക്കാരനല്ല, ഇത്രയും ആൾക്കാരുണ്ട്, സിനിമാ നടിയാണ്, അവരൊരുപാട് സപ്പോർട്ട് ചെയ്യും. പുള്ളിക്കാരിക്ക് പ്രതികരിക്കായിരുന്നു. ആ ടൈമില് ഒരു ഡിസ്കംഫർട്ട് ആ സ്റ്റേജിൽ തന്നെ പറയണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഒരു കേസോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലോ അങ്ങനെ എന്തെങ്കിലും ഒരു വാർണിംഗ് എങ്കിലും കൊടുക്കണമായിരുന്നു അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്ന വെച്ചാൽ ഈ ക്യാഷ് ഒക്കെ മേടിച്ചിട്ടല്ലേ അവര് വരണത്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. പേയ്മെന്റ് മേടിച്ചിട്ടല്ലേ വരണത്. പേയ്മെന്റ് വാങ്ങിയിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. പുള്ളിക്കാരെ അങ്ങനെ കാണിക്കാൻ പാടില്ല. പക്ഷെ അതല്ല പുള്ളിക്കാരി റിയാക്ട് അപ്പൊ ചെയ്യാത്ത 1-2 തവണ ക്ഷമിച്ച് വിട്ടുകയാണ്. വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തപ്പോ ആർക്കായാലും ദേഷ്യം വരും. പുള്ളിക്കാരി രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞപ്പോഴേ പുള്ളിക്കാരി എനിക്കൊരു ഇത് എടുത്തു, മാല കൊടുത്തപ്പോഴും ഇത് ബോച്ചെ പറഞ്ഞ് ഇതിന്റെ ബാക്ക് ഡിസൈനും കൂടെ കാണുമെന്ന് പുള്ളിക്കാരി തിരിച്ചു. അതൊക്കെ എന്ത് അല്ല അത് ഭയങ്കര മോശം പരിപാടി. എന്തായാലും ഇപ്പൊ പോലീസ് പിടിച്ചു, അത്യാവശ്യം കോടതിക്കാരും പിടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടത് സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ ഭയങ്കര ആളായി വരെയായിരുന്നു. അപ്പോഴാണ് പുള്ളി ഒരു ദിവസം നിന്ന് മറ്റേ മാധ്യമ ശ്രദ്ധ കിട്ടുന്നു, മകരവിളക്ക് തുറന്നുകൊണ്ട് എല്ലാരും അങ്ങോട്ട് പോകണം. എന്നിട്ട് ന്യായീകരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജാമ്യം കിട്ടിയിട്ട് പൈസ അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വേണം ഞാൻ നിന്നെന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കണം. അതുകൂടെ കേട്ടപ്പോ കോടതിക്ക് കൊണ്ട് പിന്നെ കോടതി ഒന്നും ചെയ്തില്ല. സത്യം പറഞ്ഞ എടുത്ത് ഇത് ജാമ്യമൊക്കെ റദ്ദാക്കി തിരിച്ചിടായിരുന്നു. പക്ഷെ അതിന് മുന്നേ മാപ്പ് പറഞ്ഞ ആശയം രക്ഷപ്പെട്ടു. ഇനി ആവർത്തിക്കില്ല. അതേപോലെ തന്നെ ഈ ഒരു ഇഷ്യൂന്റെ കൂടെ പൊങ്ങി വന്നതാണ് വസ്ത്രധാരണം. അല്ല അതും ഇപ്പം പുള്ളിക്കാരി ഇപ്പം കുറെ ആൾക്കാര് പുള്ളിക്കാരെതിരെയും പറയുന്നത് ഈ വസ്ത്രധാരണം എന്നുള്ളൊരു ഇഷ്യൂ ആണ്. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വരൊക്കെ തന്നെ മെയിൻ ആയിട്ട് അതിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് വസ്ത്രധാരണം എനിക്ക് ഇന്ത്യൻ ഇതിനെ നിരക്കാത്ത വസ്ത്രധാരണം പുള്ളിക്കാരി ഇട്ടിട്ടുമില്ല. പുള്ളിക്കാരി എന്ത് സാധാ ഒരു സെലിബ്രിറ്റി ഇടുന്ന ഡ്രസ്സേ പുള്ളിക്കാരി നല്ല ഇട്ടിട്ടുള്ളൂ. അല്ലാതെ ഇപ്പം ഇത്
സോക്കോൾഡ് ആയിട്ട് ഭയങ്കര രീതിയിൽ എക്സ്പോസ് ചെയ്തിട്ടുള്ള അല്ല അങ്ങനെ അങ്ങനെ ഒരു ഇത് അങ്ങനെ വിമർശിക്കാൻ പോലും ഇല്ല. അങ്ങനെയും ചെയ്യാൻ പാടില്ല. പക്ഷെ അങ്ങനെ വിമർശിക്കാൻ പോലും ഹണി റോസ് അങ്ങനെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മളെ നോർത്തിലോട്ടുള്ള ആക്ടേഴ്സ് ഒക്കെ വരുന്നത് അങ്ങനെ കേസ് കൊടുക്കുക, അവർക്ക് എന്ത് പറയാൻ പറ്റില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല. വസ്ത്രധാരണം എന്ന് പറഞ്ഞൊരു ഇഷ്യൂ അതാണ് ഇപ്പൊ എല്ലാവരും ഒപ്പോസ് ചെയ്ത് പുള്ളിക്കാരി ഒപ്പോസ് ചെയ്തൊക്കെ ഒരിക്കലും പറയാൻ പറ്റില്ല. കമന്റ്സിലും കൂടുതലും എനിക്ക് തോന്നുന്നു പുള്ളിക്കാരിക്ക് അറ്റാക്ക് കിട്ടുന്ന അതിലാണ് ഈ വസ്ത്രധാരണം എന്നുള്ളത്. അത് പക്ഷേ ഇപ്പം ഇവര് പറയുന്നത് ഇങ്ങനെ ഈ എന്താ ഈ നമ്മുടെ ഈ ബാക്കി ആണുങ്ങളെ വശീകരിക്കുന്ന പോലത്തെ വസ്ത്രധാരണമാണ് പ്രശ്നം എന്നുള്ള രീതി. അല്ല എങ്കിൽ പിന്നെ അത് ഇപ്പൊ പുള്ളിക്കാരി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അറിയാമല്ലോ അങ്ങനെയാണ് വസ്ത്രം എങ്കിൽ പിന്നെ അങ്ങനെ ആയിരിച്ചിട്ട് അങ്ങനെ മോശമാണെങ്കിൽ അവര് പറയണമായിരുന്നു ഇന്ന ഡ്രസ് ഇട്ടേ വരാവൂ, എന്നെ ഡ്രസ് ഇട്ടേ വരാവൂ എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെയും കൂടെ ഒരു പ്രശ്നമാണ്. നമ്മൾ ക്രേവ് ചെയ്യുന്ന ഒരു സാധനമുണ്ടല്ലോ, നമ്മൾ ക്രേവിങ് ലൈംഗിക ദാരിദ്ര്യത്തിന്റെ അത് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ക്രേവ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതിനനുസരിച്ച് റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാർ പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഇഷ്ടം പോലെ പൊങ്ങി വരുന്നുണ്ട് അങ്ങനത്തെ കുറെ കുയിലുകളൊക്കെ പൊങ്ങി അല്ല ഉണ്ട്. അതുകൊണ്ടാണ് അവര് വളരുന്നത്. അപ്പോൾ നമുക്ക് അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഈ ഹണി റോസിന് അങ്ങനെ കുറ്റം എന്നല്ല, ഹണി റോസിന് ഇങ്ങനെ പഴിചാരാൻ പറ്റൂല. നമ്മളുടെ കാഴ്ചയുടെ ഒരു പ്രശ്നം കൂടെയാണ്. നമ്മളെ ഇപ്പോൾ ഒരാൾ സാരി ഉടുത്ത് വന്നാലും അവരെന്തെങ്കിലും ആംഗിളിൽ എടുത്തിട്ട് പറയും ഇതിങ്ങനെ ചെയ്തുകൂടാ എന്ന് പറയും. ഞാൻ ഇത് ഓരോ മീഡിയാസ് ഇടണേ, മീഡിയാസ് റീലിലെ തംബ്നെയിൽ ഇടുന്നത് ഒരു നടിയോ ഏതെങ്കിലും പെൺപിള്ളേരോ എന്തെങ്കിലും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ആംഗിൾ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അവർ കൈ പൊക്കുമ്പോൾ വയറൊന്ന് പൊങ്ങി ഇരിക്കും. ആ ടൈമില് ഇതിലാണ് അതാണ് തംബ്നെയിൽ. എന്നുവെച്ചാൽ അത് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കൂടുമെന്ന് അവർക്കറിയാം. അതെ, റീച്ച് കൂടും. അത് സപ്ലൈയും ചെയ്യുന്നുണ്ട്. അല്ല ഇപ്പൊ ഈ ഡ്രസ് ഇടുന്ന സംഭവം ഇല്ലേ, അതെന്ന് പറയണത് ഈ ഇങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ് ഇടുന്നത് മോഡേൺ രീതിയിലുള്ള ഡ്രസ് ഇടുന്നത് ഈ പറയുന്ന ഒരു അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ആൾക്കാരുടെ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ അല്ലേ. ഇവിടെ മോഡേൺ എന്ന് മാത്രം പറയാൻ പറ്റില്ല. ഇവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈലാണ് ചിലപ്പോൾ ഈ പബ്ലിക് ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അവർ ഡ്രസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇവരിത് കംഫർട്ടബിൾ ആയിരിക്കില്ല, പക്ഷെ ആ പബ്ലിക് അല്ലെങ്കിൽ ഇത്രയും പബ്ലിക് ഗ്യാതറിംഗ് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ ഡ്രസ് ഇട്ടാൽ പറ്റൂ എന്നുള്ള രീതിയിലുണ്ട് ചിലർക്ക്. ചിലപ്പോൾ അത് സ്ട്രാറ്റജി ആയിരിക്കും, ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കാം, എനിക്ക് ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ സണ്ണി ലിയോൺ വന്നത് പോലും ഫസ്റ്റ് ടൈം വന്നപ്പോ മാസ് ഓഡിയൻസ് അതൊരു ഭയങ്കര സംഭവമാണ്. അത് എന്തുകൊണ്ടാണ് സണ്ണി ലിയോൺ അവര് ഒരു വലിയ ആക്ട്രസ് അല്ലായിരുന്നു, സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല, ഒരു അഡൽട്ട് സ്റ്റാർ ആയിരുന്നു. അവരെ കാണാൻ അവര് അത് ഒരു കൗതുകമായിട്ട് ആൾക്കാർ അന്ന് കയറിയതാണ്. അല്ലാതെ അവരോട് പെങ്ങളുടെ ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നമ്മൾ വെറുതെ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാന്നേ. പക്ഷെ അതിലൊരു ഒരു ആ സണ്ണി ലിയോണിലുള്ള ഒരു സ്നേഹം, അങ്ങനെ ഒരു സാധനം, ഒരു ഇക്കിളി, ഒരു അങ്ങനത്തെ ഒരു ചേച്ചി വിളിയിൽ തന്നെ ഒരു സണ്ണി ചേച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അതിലുണ്ട് പല അർത്ഥങ്ങളും. അതാണ് അതിനുള്ളിൽ കുറെ മീനിങ്ങുകളാണ്. അത് സംഭവം. ഇത് ഇപ്പൊ റീലായാലും എത്ര ക്രിയേറ്റേഴ്സ് ഡബിൾ മീനിങ് മാത്രം പറഞ്ഞുകൊണ്ട് ഡബിൾ മീനിങ് എങ്ങനെയെങ്കിലും അതിൽ ചേർക്കും, ചേർത്തിട്ട് അരോചകമായിട്ടുള്ള ഡബിൾ മീനിങ് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് പല ഇതും കാണിക്കുന്നത്. അല്ല ഇപ്പം സണ്ണി ലിയോൺ നമ്മുടെ നാട്ടിൽ വന്നോണ്ടാണ് ഇത്ര ക്രൗഡ് വന്നത്. നമ്മുടെ നാട്ടിലായത്, ഇന്ത്യയിലായോണ്ട്. അതിപ്പം അമേരിക്കയിലോ അപ്പോണും എല്ലാം അമേരിക്കയിലാണല്ലോ ഇന്ത്യയിലെ കാട്ടി കൂടുതലായിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ ഒരു ക്രൗഡ് ഫോം ചെയ്യും സാധ്യത വളരെ കുറവാണ്. ഇന്ത്യയിലായോണ്ടാണ്. ഇന്ത്യയുടെ ഒരു പബ്ലിക്കിന്റെ ഒരു ഡിമാൻഡിനനുസരിച്ചാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ എന്തോ ഒരു ദാരിദ്ര്യം ഉണ്ടല്ലോ, അല്ല അങ്ങനത്തെ ഒരു പബ്ലിക്കിന്റെ കൂടെ ഒരു ഡിമാൻഡിലാണ് പലപ്പോഴും ഇപ്പം ഇങ്ങനെ ഉദ്ഘാടനം വരുന്നവർ ഇങ്ങനത്തെ ഡ്രസ്സ് ധരിക്കേണ്ടി വരുന്നത്, ഉദ്ഘാടനത്തിന് അവരെ വിളിക്കുന്നത് ഒക്കെ ഇതുകൊണ്ടാണ് തന്നെ. പിന്നെ മറ്റൊരു നടി വന്നപ്പോഴും ഇങ്ങനെ ഞാൻ കുന്തി എന്ന് പറഞ്ഞപ്പോ ഒരുപാട് വൈറലായി. ഇതിന് ഞാൻ മുന്തി എന്ന് പറയണോ അങ്ങനെയൊക്കെ പറഞ്ഞു. അതൊക്കെ എന്തൊരു അവര് സംഭവം, അവര് അവിടെ ഇരിക്കുകയല്ലേ. ഇപ്പൊ ആൾക്കാര് മുന്നേറ്റ് ഒരു
അവർക്ക് വീട്ടിൽ പോയിട്ട് എന്ത് സന്തോഷമായിട്ട് അത് അവർ കേൾക്കുമ്പോഴും ഒരുമാതിരി തോന്നുള്ളൂ. നമ്മളെ സെൽഫ് റെസ്പെക്ട് സത്യം പറഞ്ഞ പോണ ഒരു ഇതാണ്. അവർക്ക് ചിലപ്പോ ഒന്നും പ്രതികരിക്കാൻ പറ്റിയില്ല, ആ ടൈമിൽ പറ്റൂല. പക്ഷെ അവർക്ക് ഒരു വിഷം വരൂലേ. പക്ഷെ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താക്കീത്, എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ്. ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഈ കമന്റ്സിൽ വന്നിട്ട് ഈ നെഗറ്റീവ് ഇടുന്നവർക്കും കൂടെ ഉള്ള ഒരു ഒരു 60 വയസ്സായ കളവനെയൊക്കെ പൊക്കി, അങ്ങനെയുള്ളവർക്കും കൂടെ ഉള്ള ഒരു താക്കീതാണ് ഈ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ കണക്ക് കമന്റ് ഒന്ന് ഭയങ്കര മോശമായിട്ട് ഇടുന്ന ഒരു അല്ല, അത് ഇഷ്ടംപോലെ പേരുണ്ടോ ചെറിയ കാര്യങ്ങൾക്ക് വെറുതെ പോയി സെക്ഷലൈസ് ചെയ്തു. ചിലപ്പോ അവർ അങ്ങനെ ആയിരിക്കണമെന്നില്ല, പക്ഷെ അവരെ ചെറുതെ ചീത്ത വിളിക്കാനായിട്ട് അങ്ങനെ പറയുന്നതുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് കംപ്ലൈന്റ് ചെയ്യണം എന്ന് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കോമഡി ഷോയില് ഈ ഉദ്ഘാടനത്തെ പറ്റി ഇങ്ങനെ കോമഡി വളരെ ഭയങ്കര സെക്ഷലൈസിങ് ആയിട്ട് എത്ര ഇതില് നടത്തി. ആ സംഭവമൊക്കെ നമുക്ക് കണ്ടോണ്ട് അത് ഇപ്പൊ ഇനി നടക്കുവോ? ഇനി പാടാണ്. നേരത്തെ ഒരു ഇത് കുറച്ചിത്തിരി താമസിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നു. നേരത്തെ ഇത് കൊറേ നാളായില്ലേ, കുറച്ച് താമസിച്ചു പോയി. കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നു സെൽബിന്റെ കമന്റ് ഒന്നും വലുതായിട്ട് പോയി ചെയ്യുമെന്ന് തോന്നണില്ല. അല്ല, പക്ഷെ ഈ ബോച്ചെ ഈ ഇങ്ങനത്തെ ഈ രീതിയിൽ കമന്റുകൾ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കമന്റ് അടിക്കുന്ന ഒരു സംഭവം, അത് അറ്റൻഷൻ സീക്കിങ്ങും കൂടെ ഇല്ല. അങ്ങേരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും കൂടെ ആണത്. അങ്ങേരുടെ ബിസിനസ് കുറെ ഉണ്ടല്ലോ, അതിനും കൂടെ ഒരു പുഷിന് വേണ്ടി ഒരു ക്രൗഡ് സപ്പോർട്ട് കിട്ടുന്നു അതിനെ ബാധിക്കുമെന്ന് തോന്നുന്നു. അതും തെറ്റാണെന്നാണ് എനിക്ക് പുള്ളി പറയണെങ്കിലും ഈ ഡബിൾ മീനിങ്ങും അതുകൊണ്ട് ഇങ്ങനെ റീച്ച് കയറിയിട്ട് പുള്ളിയുടെ പ്രോഡക്റ്റ് അങ്ങനെ ഒരു സംഭവം ചാൻസ് ഒന്നും ഇല്ല. പുള്ളിയുടെ ഒരു ഇതാണ് മാർക്കറ്റ് ചെയ്യാൻ, പുള്ളിയുടെ ഒരു ഇമേജ് ആണ്, ബ്രാൻഡാണ്. ബോച്ച എന്നുള്ള ഒരു ഇത് ഫേമസ്, ലൈം ലൈറ്റിൽ എപ്പോഴും നിർത്തി, അങ്ങനെയാണ്. അല്ലാതെ പുള്ളിക്ക് ഒരുപാട് ബിസിനസ് ഉണ്ട്, അത് വിറ്റ് പോകണം, അതിന് മാർക്കറ്റിംഗ്, അങ്ങനെ ഒരു ഇത് സ്വർണത്തിന് മാർക്കറ്റ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, ആ ഒരു പേരുണ്ടല്ലോ ബോച്ച എന്ന് പറഞ്ഞ ആ ഒരു പേരിനൊരു ബൂസ്റ്റ്, അതാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതാണ് ആ ഒരു സംഭവം. ഇവർക്ക് എന്നുവെച്ചാൽ കുറച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഒന്നിലും ഇല്ലാതിരിക്കുമ്പോൾ ഒരിതും കൂടെ വരും, അപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ ചർച്ച ആവും, നെഗറ്റീവായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യും. സംഭവം എന്ന് പറഞ്ഞാൽ ഈ എയറിലാവണത് ചിലവർക്ക് ഇത്തിരി ഇഷ്ടമാണ്, അല്ലേ? നെഗറ്റീവ് പബ്ലിസിറ്റി എയറിലാവണമുണ്ടല്ലോടാ, ആവാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. എയറിലാകുമ്പോൾ അവിടെ ചർച്ചകൾ ചെയ്യുന്നുണ്ട്, ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്, ലൈം ലൈറ്റിലുണ്ട്, അങ്ങനെ ഉണ്ട് സംഭവം. നമുക്ക് സ്ട്രാറ്റജി എടുക്കടാ, നമ്മള് പക്ഷെ എയറിലാവുക എന്നുള്ളത് മാത്രമേ ജയിലിൽ കിടക്കാന്നുള്ളല്ലാതെ വേറെ ഒരു ഗുണമില്ല. പക്ഷെ അത് വല്ലാത്തൊരു ഇത് തന്നെ അല്ലേ, എന്ന് വെച്ചാൽ ഓരോ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും വരും, പിന്നെയും പോകും, പിന്നെയും കുറച്ച് കഴിയുമ്പോൾ വരും. പിന്നെ ഇപ്പൊ പുള്ളി ഇങ്ങനെ ഒന്നും ആവർത്തിക്കില്ല, മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്നെ മനസ്സിലാക്കേണ്ടതാണ്, ഇതിനൊരു സപ്പോർട്ട് കൊടുക്കാൻ പാടില്ല, അതാണ് ആദ്യം മാറേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ ഈ പുള്ളി ചിലപ്പം ഈ ക്രൗഡ് സപ്പോർട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ ഇതിന് കൈയടിക്കുന്നുണ്ട്, അതറിഞ്ഞിട്ടായിരിക്കണം ഈ ഇങ്ങനത്തെ സാധനങ്ങൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളെ ഈ ക്ലാസ്സിൽ നമ്മൾ പണ്ട് കമന്റ് ഒക്കെ അടിക്കുമ്പോഴേ എല്ലാരും നമ്മളെ ചിരിക്കും, അപ്പൊ നമുക്ക് സന്തോഷമാണ്. പിന്നെ നമ്മൾ പിന്നെ മറ്റവൻ ആംബിയർ കയറുമ്പോ അവൻ ഇടിച്ച് ഒതുക്കിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ്സിൽ പറയുമ്പോഴേ എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ മൊത്തത്തിൽ ഒരു ചിരി ഉണ്ടല്ലോ, അത് ഹൈ ആണ്. ആ ഒരു സാധനം കിട്ടുമ്പോ നമുക്ക് ഭയങ്കര ഒരു പുഷാണ്. സെയിം സംഭവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഈ പറയുന്ന കണക്ക് നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്, നമ്മളും അതിങ്ങനെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കൊണ്ടാണല്ലോ നമ്മുടെ ഓരോ ചിരിയും അങ്ങനെ ഒരു പുഷാണ്. ഈ പറഞ്ഞ കണക്ക് ഞാനും ആദ്യമൊക്കെ ഇതൊക്കെ കാണുമ്പോ ഇത് കൊള്ളാമല്ലോ, രസമുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കും. പിന്നീട് ഇങ്ങനെ ലെവല് മാറി വരുമ്പോഴത്തേക്കാണ് ഒരു അരോചകമായിട്ട് തോന്നുന്നത്. പിന്നെ അത് കൂട്ടും. നമ്മൾ ഇടയ്ക്ക് വെച്ച് പോഡ്കാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ പഴംപൊരിയുടെ കേസൊക്കെ. അതെ പറഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ട്. ഈ സ്വതസിദ്ധമായി വരുന്നതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സംഭവം ആ പഴംപൊരിയിലെ ചിരിച്ചതിന്റെ കേസ് എന്താണെന്നറിയാമോ? പുള്ളിക്കാരൻ ഒരു കൗണ്ടർ അടിക്കും, ചായക്കടക്കാരൻ ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കാൻ, നല്ല ടേസ്റ്റ് ആണെന്ന് അങ്ങനെ എന്തോ പറയും, മറു കൗണ്ടർ അടിക്കും. അത് രസം ഉണ്ടായിരുന്നു, അത് സംഭവം രസം ഉണ്ടായിരുന്നു. ഇപ്പം
അത് രണ്ടുപേർക്കും ഒരു കോമഡി ഉണ്ട്, രണ്ടുപേർക്കും അവർക്ക് രണ്ടുപേരും അത് enjoy ചെയ്ത് നാച്ചുറൽ ആണെന്ന് തോന്നല്ലേ? അത് ആ ചായക്കടക്കാരന് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടാവില്ല, തോന്നൂല. അല്ല അത് കൊടുക്കുമ്പോ കിട്ടുകയും ചെയ്യുന്നുണ്ട്, ഒരു ഡിസ്കംഫർട്ട് അവർക്ക് ഇല്ല. അത് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷെ ഒരാള് ഇത് ഇനോഗ്രേഷന് വിളിച്ചു വരുത്തിയിട്ട് അവരൊരു ഒന്നുമില്ലാതെ അവരൊരു ഇതുമില്ലാതെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ അത് അവർക്ക് ഇപ്പം കംപ്ലൈന്റ് ചെയ്ത് അപ്പോഴാ 1 മാസം കൊണ്ട് കഴിഞ്ഞ്, എന്നിട്ട് അവർക്ക് ആ ഒരു ഇതുണ്ട്, അവരെ റെസ്പെക്ട് പോകൂടാ, അവർക്കുള്ള റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ കുന്തി ദേവി എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടോണ്ടിരുന്നുള്ള ഒരു പേരും കൂടെ ഉണ്ട്. അല്ല, ആ പോസ്റ്റിൽ പറയുന്നുണ്ട് അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ ഇത് എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നു കംപ്ലൈന്റ് കൊടുത്തത്. പോസ്റ്റ് ഒക്കെ നല്ല പോസ്റ്റ് ആരും ഇത് പ്രതികരിക്കുന്നില്ല അല്ലേ? പ്രതികരിക്കുന്നില്ല. അല്ല ഇപ്പോഴും അവര് ഹരാസ്മെന്റ് കിട്ടുന്നുണ്ട് കേസ് കൊടുത്തേന്. അവര് ഇപ്പൊ ആൾക്കാർ പറയണത് ഈ കുന്തി ദേവി പരാമർശമൊക്കെ ആൾക്കാരങ്ങ് മറന്നു. ഈ കുന്തി ദേവി മാത്രമല്ല, ഈ നടിയല്ല അങ്ങനെ ഒരു നടിയെന്നല്ലേ പറഞ്ഞത്, അല്ലാതെ അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അതൊക്കെ ആൾക്കാരങ്ങ് പോയി. അതൊന്നും ഇപ്പൊ ഈ വസ്ത്രധാരണം എന്നുള്ളതൊക്കെയാണ് ഇപ്പം ആൾക്കാർ. വേറെ ഇന്റർവ്യൂലും ഉണ്ടായിരുന്നു ഒരു പുള്ളിക്കാരി ഇങ്ങനെ ഷേപ്പ് കാണിക്കുന്ന പോലൊരു കാണിക്കും പുള്ളി കൈയിട്ട്, എന്നിട്ട് ഇങ്ങനെ അതിന് തൊട്ട് കാണിക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ എന്തോ ഒരു പുള്ളി ഇങ്ങനെ കാണിച്ചിട്ട് അപ്പൊ സ്ട്രക്ചറിന്റെ ഇതൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയോ പറയും, എനിക്കറിയാം. പറയണ്ടെന്ന് ഉല്ലാസ് ഇങ്ങനെയല്ലേ കാണിച്ചത്, മനസ്സിലായി. എന്തായാലും ഇപ്പം ഈ പറഞ്ഞ കണക്ക് പുള്ളിക്കാരന് ഒരു ബോധോദയം വന്നാൽ കൊള്ളാല്ലേ. പുള്ളിക്കാരൻ വന്ന് കുറെ ആൾക്കാർക്കും വരും, ആവർത്തിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറെ ആൾക്കാർക്കും അത് വരും. അല്ല ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് സംഭവം. ഇങ്ങനെ കോമഡി ഷോയിൽ മൊത്തത്തിൽ അതങ്ങ് നോർമലൈസ് ആയിപ്പോയി. അത് സംഭവം അങ്ങനെ അല്ലെന്ന് ഇപ്പൊ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു. അത് മനസ്സിലായി. അത് വലിയ നല്ലൊരു കാര്യമാണ്. അത് സോഷ്യൽ മീഡിയക്ക് ഇങ്ങനെ ആയോണ്ടാണ് കേട്ടോ. ഇല്ലായിരുന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് ജീവിച്ചാണ് ഇല്ലേ? ഇപ്പൊ നമ്മളെ വീഡിയോകളിലും ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ചില ജോക്കുകളൊക്കെ വരാറുണ്ട്. എനിക്ക് തോന്നുന്നില്ല അതിങ്ങനെ നമ്മള് ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യുന്നതല്ല, നാച്ചുറലി വരുന്നതാണ്. ഇനി ഇതിനെതിരെ അല്ല, ഇത് അത് നമ്മൾ വേറെ ആളുടെ എതിരെയോ അങ്ങനെ ഒരു ഫ്രണ്ട്സിനിടയിലുള്ള വേറെ ആളുടെ ശരീരഭാഗത്തെ ഡിസ്കംഫർട്ടോ ആക്കുന്നില്ല. അത് നാച്ചുറലി ചിലപ്പോ വരും അല്ലേ? ഡിസ്കംഫർട്ട് ആക്കുന്നില്ല. മറ്റവര് വേറൊരാളെ കൊണ്ട് വിളിച്ചെടുത്തിട്ട് ഡിസ്കംഫർട്ട് ആക്കുന്നത് അത് വേറെ. നല്ല ജോക്കും ഒരു ജോക്കാണ്, നല്ല നന്നായിട്ട് പറയാൻ അറിയാമെങ്കിൽ നല്ല ജോക്കാണ്, പറയാൻ അറിഞ്ഞില്ലെങ്കിൽ ഇതുപോലെ. ഇപ്പം സ്റ്റാൻഡപ്പ് കോമഡിയിലൊക്കെ തന്നെ മോശമൊന്നുമില്ല, അതിനനുസരിച്ചുള്ള ക്രൗഡ് തന്നെയാണ് അവിടെ വരുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ക്രൗഡ് തന്നെയാണ് അവിടെ വരുന്നത്. അവിടെ വന്നിട്ട് പിന്നെ നമ്മള് അത് പറഞ്ഞത് ശരിയല്ല, ഇത് പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ അതൊക്കെ അംഗീകരിച്ചിട്ട് തന്നെയാണല്ലോ അവിടെ കയറി വരുന്നത്. അവിടെ ഇംഗ്ലീഷ് മൂവികളിൽ തന്നെ എന്തുമാത്രം ജോക്സ് ഉണ്ട്, ഇഷ്ടം പോലെ. അതിനിടെ ഡാർക്ക് ഹ്യൂമർ ഇതില്ലേ ജോണിലുള്ള പടങ്ങളില്ലേ, അതില് ബോഡി ഷെയ്മിങ് ഉണ്ട് അല്ലേ? ബോഡി ഷെയ്മിങ് ഉണ്ട്. അത് ആ ബോഡി ഷെയ്മിങ് ചെയ്തത് ശരിയായില്ല എന്ന് അവിടെ ആൾക്കാർ, അവിടുത്തെ ഓഡിയൻസ് ഒന്നും പറയുന്നില്ല. അത് ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവര് വന്ന് കാണുന്നു, പോകുന്നു, ചിരിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. ഇത് ഈ നമ്മള് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അരോചകമാണ്. മറ്റേത് അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു സാധനം, ആ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ മൊമെന്റില് അതങ്ങ് പറഞ്ഞു തീർക്കുന്ന സാധനമാണ്. മറ്റേ ഇതിങ്ങനെ ടാർഗറ്റഡ് ആയിട്ട് ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരാളെ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇയാളുടെ വായിൽ നിന്ന് ഇത് വീഴും എന്ന് നമ്മള്. അത് പിന്നെ ഗ്ലോറിഫൈയിങ് ആണല്ലേ, അതല്ലേ പ്രശ്നം. സംഭവം ഇങ്ങനെ പറയുമ്പോ ആൾക്കാർ കൈയടിക്കാനും കൂടെ അതാണ് പ്രശ്നം. കൈയടിക്കുമ്പോഴാണ് പ്രശ്നം, ഗ്ലോറിഫൈ ചെയ്ത് പറയുക. പക്ഷെ അതിന്റെ ഒരു ത്രെഷോൾഡ് നമുക്ക് അറിയണമല്ലോ, നാച്ചുറൽ ഏതാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് മനസ്സിലാവും, ഫീൽ ചെയ്യുന്നു അല്ലെ, കേൾക്കുമ്പോ മനസ്സിലാവും. ഇതിപ്പോ കേട്ടപ്പോ ഇത് കേട്ടപ്പോ മനസ്സിലായല്ലോ, മറ്റേത് നടിയല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അത് മോശമാണെന്ന് തോന്നുന്നു, അത് ശരിയാണ്. ഒരു ലിമിറ്റിനപ്പോ എത്തുമ്പോ മനസ്സിലാവും. ആക്ച്വലി പുള്ളിക്കാരൻ നല്ലൊരു കൊമേഡിയൻ അല്ല,
അല്ല പക്ഷെ പുള്ളിക്കാരി ഈ വൾഗാരിറ്റി പറഞ്ഞ് കൊമേഡിയനാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കോമഡി ആയിട്ട് തെറ്റിദ്ധരിച്ചാണ് പുള്ളി. ഇത് കോമഡി ആയിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു, ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഇതൊക്കെ തമാശയല്ലേ? ഇതൊരു ഹ്യൂമറിന്റെ ഒരു ഇതോ അല്ല. ആൾക്കാർ ഇത് കേട്ടിട്ട് പൊട്ടിയൊന്നും ആരും ചിരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പം ചില കോമഡികളുണ്ട്, ഈ കക്കൂസ് കോമഡികൾ, അത് ചെയ്തിട്ട് അതുണ്ടടാ, ഈ ബാത്റൂമിൽ പോകണം അങ്ങനത്തെ ഒരു കോമഡികൾ പറഞ്ഞ ഭയങ്കര കോമഡിയാണെന്ന് വിശ്വസിക്കുന്ന എന്നൊരു കോമഡി അല്ല. കോമഡിയൊക്കെ ഉണ്ട്. അല്ല കക്കൂസ് കോമഡി ഞാൻ കേട്ടിട്ടുണ്ട്. ആ ചെറിയ വളിച്ച കോമഡിയൊക്കെ അടിക്കുമ്പോ ഈ കക്കൂസ് കോമഡിയൊക്കെ എടുത്തോണ്ടെന്ന് നമ്മൾ പറയും. അതില്ലേ നമ്മളത് ഈ ഒരുമാതിരി എന്നുവെച്ചാ ഒരു വളിച്ച തമാശ അങ്ങ് അടിക്കും. നമുക്കൊരു കേട്ടും പോയി മറ്റവനും അറിയാം, പറഞ്ഞും പോയി. നല്ല പുഴുങ്ങിയ കോമഡി സാധനം. അപ്പൊ അതൊക്കെയായിരുന്നു ഈ ആഴ്ചത്തെ സംഭവ വികാസങ്ങളല്ലേ. മെയിൻ ഇവന്റ്സ് ഇത് രണ്ടുമായിരുന്നു. നമ്മൾ കുറെ കാലമായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് ഈ സോഷ്യൽ ഇവന്റ്സ് ഒക്കെ സംസാരിച്ചിട്ട് കറണ്ട് ടോപ്പിക്സ് ഒക്കെ പറഞ്ഞിട്ട് കുറെ, പക്ഷെ ഇത് രണ്ടും പറയേണ്ട ടോപ്പിക്സ് ആയിരുന്നു. നല്ല സാധനങ്ങളാണ്, അമ്മാതിരി സാധനങ്ങൾ ഒക്കെ വല്ലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയിൽ കാണുമ്പോ ഒരു സംഭവ വികാസങ്ങളായിരുന്നു ഇത്. ഇപ്പം ബോച്ച ഇറങ്ങുമ്പോഴും അതിൽ മെൻസ് അസോസിയേഷൻ അത് കോമഡിയായിരുന്നു. അവരും പടക്കം പൊട്ടിക്കും. പോലീസുകാരെ ഞാൻ പറയണ പടക്കം പൊട്ടിക്കൂല, ഞങ്ങള് പടക്കം പൊട്ടിക്കും. ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ നിൽക്കണ്, സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. സാറേ വിളിച്ചോണ്ടൊരു ആള് വന്ന് പിന്നെ മറ്റേ സമാധിയിൽ അത് പൊട്ടിക്കോ ഇല്ലേ എന്നുള്ള ക്യൂരിയോസിറ്റി എല്ലാം കൊണ്ടും ഈ ഒരാഴ്ച സംഭവ വികാസമായിരുന്നു. തേങ്ങ ഉടക്ക് സ്വാമി പോലെ സെറ്റപ്പ് ആയിരുന്നു. ഒന്ന് ഉടക്കി വല്ല സംഭവിക്കുമോ? അതില് സംഭവം രസമാക്കിയത് അവിടുത്തെ നാട്ടുകാരും അവരെ ഓരോരുത്തരെ ഒരു ഇന്റർവ്യൂ, ഫാമിലി, പുള്ളിക്കാരന്റെ അമ്മയുടെ ഒരു ഇത് എല്ലാം ശിവമയം. അതെ അതെ. അപ്പൊ അത് പറഞ്ഞെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് എൻഡ് ചെയ്താലേ. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഈ ന്യൂസ് ഒക്കെ എങ്ങനെയാണ് ഉൾക്കൊണ്ടത്, എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി തോന്നിയെന്നുള്ളതൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നമ്മൾ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടെങ്കിലോ ഒരു റോങ് നിങ്ങൾക്ക് അടിച്ചെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്ന സംഭവം, അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള ലൈഫ്, സമാധി, അതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ. പിന്നെ കുറച്ച് സെൻസിറ്റീവ് ആണ് നമ്മളിപ്പോ പറഞ്ഞതും, അത്ര അങ്ങോട്ടല്ലേ എല്ലാവർക്കും ചിലപ്പോ ദഹിക്കാൻ പറ്റിയ സാധനങ്ങളായിരിക്കത്തില്ല. നമ്മുടെ വിശ്വാസമാണ്, നമ്മുടെ തോന്നലുകളാണ് നമ്മൾ ഇവിടെ പറയണത്. നമ്മുടെ ലിമിറ്റഡ് നോളേജ്, നമ്മുടെ ലിമിറ്റഡ് റിസോഴ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവർക്ക് ചർച്ചകളിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിലോ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ അറിയിക്കുക. എന്തായാലും നിങ്ങൾ അറിയിക്കുക. പിന്നെ എന്തെങ്കിലും ഇനി പോഡ്കാസ്റ്റിൽ എന്തെങ്കിലും ചർച്ച ചെയ്യുക, ഇതേപോലത്തെ ടോപ്പിക്സ്, നല്ല ചർച്ചകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ സാധനം ഒന്നും ഉണ്ടാക്കണ്ട. അത് സമാധി ഇരുത്താൻ, അതിൽ ചീത്ത വലിക്കാനോ ഒന്നും പറയുന്നില്ല. എന്തെങ്കിലും ഉണ്ടാകുമ്പോ നമ്മൾ വരാം. അപ്പൊ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്കെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിന്റെ അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും ബൈ.